ഫ്ലോ എന്ന് പറയുമ്പോൾ ആദ്യമേ തന്നെ നമുക്ക് അതിനെ ഗൈഡ് ചെയ്യണം. അതിനുവേണ്ടി ഗൈഡ് ബാങ്ക് ഉണ്ട്, മാർജിനൽ ബണ്ടും ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് റിവർ ഫ്ലോ ചെയ്തു വന്നു, അപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഒബ്സ്ട്രക്ഷൻ കൊടുക്കും. റിവറിന്റെ വാട്ടറിനെ അവിടെ കെട്ടിക്കിടത്താൻ വേണ്ടി നമ്മൾ അവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ കൊടുക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെയർ എന്ന് പറയുന്നത്. ഇനി വെയർ കഴിഞ്ഞ്, വെയർ എന്ന് പറയുന്നത് എങ്ങനെയാ? റിവർ ഫ്ലോയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് കൊടുക്കുന്ന ഒബ്സ്ട്രക്ഷനെയാണ് വെയർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് കമ്പോണന്റ് എന്താ? ഡിവൈഡ് വാള്. ഡിവൈഡ് വാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? റിവർ ഫ്ലോയ്ക്ക് പാരലൽ ആയിട്ട് കൊടുക്കുന്ന കമ്പോണന്റ് ആണ് ഡിവൈഡ് വാൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓഡിബിൾ ആണല്ലോ അല്ലെ? ഞാൻ പറയുന്നത് കേൾക്കുന്നതും ഫിഗർ കാണുന്നതും ഉണ്ടല്ലോ അല്ലെ? സോ ഡിവൈഡ് വാളിന്റെ ഫങ്ഷൻസ് ആയിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തൊക്കെയായിരുന്നു ഫങ്ഷൻ? ഫസ്റ്റ് ഫങ്ഷൻ, ഇവിടെ ഒരു പൂള് ക്രിയേറ്റ് ചെയ്യും. ആ പൂള് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഓഫ് ടേക്കിംഗ് ചാനലിലേക്ക് വാട്ടറിനെ പെട്ടെന്ന് പാസ് ചെയ്യിക്കാൻ പറ്റും. കൂടാതെ ഡയറക്റ്റ് ഒരു സ്ട്രെയിറ്റ് അപ്രോച്ച് ഫോർ വാട്ടർ കൊടുക്കും. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടെ ഡിവൈഡ് വാൾ ഇല്ലായിരുന്നെങ്കിൽ പല ഡയറക്ഷനിൽ നിന്നും വാട്ടർ വന്നേനെ. ഓക്കെ, ഇങ്ങനെ വാട്ടർ ഈ ഒരു രീതിയിൽ നേരെ വന്നേനെ. അങ്ങനെ ഓരോ ഡയറക്ഷൻ, പല ഡയറക്ഷനിൽ നിന്ന് വാട്ടർ വന്നേനെ. ഇത് ഇവിടെ ഒരു പൂളായിട്ട് തന്നെ അവിടെ സ്റ്റിൽ വാട്ടർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു സ്ട്രെയിറ്റ് അപ്രോച്ച് ഫോർ വാട്ടറിന് കനാലിലേക്ക് ഒരു സ്ട്രെയിറ്റ് അപ്രോച്ച് കൊടുക്കും. പിന്നെ വേറെ എന്തായിരുന്നു ഫംഗ്ഷൻ? മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഡിവൈഡ് വാൾ എന്ന് പറയുന്നത് രണ്ട് ഫ്ലോറിനെ സെപ്പറേറ്റ് ചെയ്യും. എന്തൊക്കെ ഫ്ലോറാ? അണ്ടർ സ്ലൂയിസിന്റെ ഫ്ലോറും കൂടാതെ വെയറിന്റെ ഫ്ലോറും, അതിനെ സെപ്പറേറ്റ് ചെയ്യും. പിന്നെന്തായിരുന്നു? വേറെ എന്തൊക്കെയാ ഫംഗ്ഷൻ പറഞ്ഞേ? ഈ ഡിവൈഡ് വാൾ ഉള്ളത് കൊണ്ട് വെയറിന് ഒരു ഓവർടേണിങ് ഇഫക്റ്റ് ഉണ്ടാകുന്നുണ്ട് ഈ വാട്ടർ വരുന്നത് കൊണ്ട്. ഈ ഡിവൈഡ് വാൾ ഇല്ലായിരുന്നെങ്കിൽ എല്ലാ ലോഡും കൂടെ ഈ വെയർ ഒറ്റയ്ക്ക് താങ്ങി ഓവർടേണിനുള്ള ചാൻസ് കൂടിയേനെ. അതുകൊണ്ട് ഈ ഡിവൈഡ് വാൾ ഉള്ളത് കൊണ്ട് ആ ഒരു ചാൻസ് കുറയ്ക്കുന്നുണ്ട്. സോ ഇത്രയാണ് ഡിവൈഡ് വാളിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് ഫിഷ് ലാഡർ. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ ഫിഷ് ലാഡർ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്തിനായിരിക്കും ഈ ഫിഷ് ലാഡർ കൊടുക്കുന്നത്. ആർക്കെങ്കിലും പറയാവോ? ഈ കാണുന്ന കേട്ടോ ഫിഷ് ലാഡർ, കണ്ടോ? ഈ ഡിവൈഡ് വാളിന്റെ തൊട്ടിപ്പുറത്ത് ഇങ്ങനെ കുറെ വരകൾ കാണിക്കുന്നുണ്ടോ? ഇതാണ് ഫിഷ് ലാഡർ എന്ന് പറയുന്നത്. എന്തിനായിരിക്കും ഫിഷ് ലാഡർ പ്രൊവൈഡ് ചെയ്യുന്നത്? എന്തേലും ഒരു ഗസ് ഉണ്ടോ ആർക്കെങ്കിലും? റോൾ നമ്പർ 23 ആരെ? എന്തെങ്കിലും ഒരു ഗസ് ഉണ്ടോ? ഫിഷ് ലാഡർ എന്തിനായിരിക്കും കൊടുക്കുന്നത്? ഫിഷസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന, പാസ് ചെയ്യാൻ ബാരിയർ അല്ല കേട്ടോ, ഫിഷ് പാസ് ചെയ്യാൻ വേണ്ടി. അതായത് ഇതാണ് റിവർ ഫ്ലോ, അപ്സ്ട്രീം ഇത്, ഡൗൺ സ്ട്രീം ഇത്. അപ്പം അവിടുന്ന് വരുന്ന ഫിഷിന് ഡൗൺ സ്ട്രീമിലേക്ക് പോകാൻ ഒരു വഴി വേണ്ടേ? ബാക്കി എല്ലായിടത്തും ഒബ്സ്ട്രക്ഷൻ കൊടുത്തേക്കുമല്ലോ. ഇത് കണ്ടോ, വെയർ കൊടുത്തേക്കുന്നു. ഇപ്പുറത്ത് അണ്ടർ സ്ലൂയിസിന്റെ പോർഷനും വെയറും ഒക്കെ അല്ലേ കൊടുത്തേക്കുന്നത്. അപ്പം ഈ ഫിഷിന് മുകളിൽ നിന്ന് താഴേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇല്ല, ബാക്കി എല്ലാം ഒബ്സ്ട്രക്ഷൻ ആയതുകൊണ്ട്. അതിനുവേണ്ടി ഫിഷിനെ ഈസി ആയിട്ട് അപ്സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീമിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൊവിഷൻ ആണ് ഫിഷ് ലാഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫിഷ് ലാഡറിന്റെ കണ്ടോ, ഓരോ ഇതിലേക്കൂടെ ഇങ്ങനെ മൂവ് ചെയ്ത് പോവാം. ഇങ്ങനെ പയ്യെ ഈ ഇവിടെ കൊടുത്തേക്കുന്ന, ശരിക്കും പറഞ്ഞാൽ ഈ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, അതായത് ഫിഷ് ലാഡറിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു ലെയർ അടിച്ചിട്ട് പിന്നെ കുറെ ബാഫിൾ വാൾസ് ആണ്. അതായത് വോള് പ്രൊവൈഡ് ചെയ്ത് പ്ലാൻ ആണ് കാണുന്നത്. പ്ലാനിൽ നിന്ന് നോക്കുമ്പോൾ കുറെ വോൾസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സെക്ഷൻ പറയുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കും. ഇതിന്റെ ബാക്കിലായിട്ട് അടുത്ത ഒരു വോള് വരും. അപ്പൊ ഇതിലൂടെ ആയിരിക്കും, ഇങ്ങനെയായിരിക്കും ഫിഷിന്റെ മൂവ്മെന്റ് വരുന്നത്. അടുത്ത ബാഫിൾ വോൾ ഇവിടെ വരും. മനസ്സിലായോ? ഇങ്ങനെ മൂവ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പൊ എന്തിനാണ് അങ്ങനെ ബാഫിൾ വാൾസ് കൊടുത്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
ഇപ്പം സ്ട്രെയിറ്റ് ആയിട്ട് ഒരു അപ്രോച്ച് ആണ് ഇവിടെ കൊടുക്കുന്നതെന്ന് വിചാരിച്ചോ. സ്ട്രെയിറ്റ് ആയിട്ട് ഒരു അപ്രോച്ച് കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഈ ഫിഷ് എല്ലാം കൂടെ ഇതിന്റെ അകത്തോട്ട് കയറി വാട്ടറും റഷ് ചെയ്യും ഇതിലൂടെ, അല്ലെ? വാട്ടർ റഷ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഭയങ്കര വെലോസിറ്റി, അതിലെ കൂടെ ഭയങ്കര സ്പീഡും ആയിരിക്കും. പെട്ടെന്ന് ഒരു ഗ്യാപ്പ് കിട്ടുമ്പോ ഇപ്പം നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ഒരു ഹോള്, ഒരു വലിയ ഹോള് ഇവിടെ, ഇതിന്റെ അപ്പുറത്ത് വെള്ളം മുഴുവൻ കെട്ടിക്കിടക്കുക, ഇതിന്റെ ഇടയിൽ ഒരു ചെറിയ ഹോൾ നമ്മൾ കൊടുത്തെങ്കിലോ ആ വാട്ടർ മുഴുവൻ ഇതിലേക്കൂടെ ഭയങ്കര വെലോസിറ്റിയിൽ റഷ് ചെയ്തിട്ടല്ലേ വരുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ഫിഷിനെ ഹാം ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ ബാഫിൾ വോൾസ്, പയ്യെ പയ്യെ ചെറിയ ചെറിയ ബാഫിൾ വോൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ബാഫിൾ വോൾസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വെലോസിറ്റിനെ കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെയുള്ള ബാഫിൾ വാൾസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ വെലോസിറ്റിനെ കുറയ്ക്കാൻ വേണ്ടി പറ്റും. വെലോസിറ്റി എന്ന് പറയുന്നത് ഫിഷ് ലാഡറിലെ വെലോസിറ്റി 3 to 3.5 മീറ്റർ പെർ സെക്കൻഡ് ആണ് ബാഫിൾ വാളിലെ വെലോസിറ്റി എന്ന് പറയുന്നത്. ഫിഷ് ലാഡറിലെ ലൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്ക്, വാട്ടർ പാസ് ചെയ്യുമ്പോൾ അവിടുത്തെ വെലോസിറ്റി 3 to 3.5 മീറ്റർ പെർ സെക്കൻഡ്. ഈ വെലോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഫിഷിന് അതിന്റെ മൂവ്മെന്റ് പയ്യെ പയ്യെ ഇങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. സോ അതാണ് ഫിഷ് ലാഡർ എന്ന് പറയുന്നത്. എന്താ ഫിഷ് ലാഡർ? ഫിഷിന്റെ മൂവ്മെന്റ് അപ്സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീമിലേക്ക് ഫിഷിനെ പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന സ്ട്രക്ചർ ആണ് ഫിഷ് ലാഡർ. അതിന് ബാഫിൾ വോൾസ് ഉണ്ട്. ബാഫിൾ വോൾസ് എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? വെലോസിറ്റിനെ കുറച്ച് ഈ ഒരു നോർമൽ വെലോസിറ്റി 3 to 3.5 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള ഒരു വെലോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിഷ് ലാഡറിലെ ബാഫിൾ വാൾസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് അതിന്റെ ഒരു ഫിഗർ ഞാൻ കാണിച്ചു തരാം. ഇത് വേറെ ഡിവൈഡ് വാൾ ഞാൻ കാണിച്ചിരുന്നില്ല എന്ന് തോന്നുന്നു. ഇതാട്ടോ ഒരു ഡിവൈഡ് വാൾ എന്ന് പറയുന്നത്, കണ്ടോ? ഇതാണ് വെയറിന് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ റിവർ ഫ്ലോയ്ക്ക് പാരലൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന സാധനമാണ് ഡിവൈഡ് വാൾ. നെക്സ്റ്റ് ഇതാണ് ഫിഷ് ലാഡർ എന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് ബാഫിൾ വോൾസ് പ്രൊവൈഡ് ചെയ്തേക്കുന്നുണ്ടോ? കുറെ വോൾസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫിഷ് ലാഡർ പോകുന്നത്. ഇത് നോക്കുക, ഇതിലെ കൂടെ പയ്യെ പയ്യെ മൂവ് ചെയ്ത് പോകും. പല രീതിയിൽ ബാഫിൾ വാൾസ് കൊടുക്കാറുണ്ട്. ഇച്ചിരി മുമ്പ് വരച്ചത് രണ്ട് സൈഡിൽ നിന്ന്, ഇപ്പൊ രണ്ട് സൈഡ് ഉണ്ടെങ്കിൽ ആ രണ്ട് സൈഡിൽ ഇങ്ങനെ പോകാം. അല്ല എങ്കിൽ ഇവിടെ കുറെ വോൾസ് കൊടുത്താൽ മതി. വോൾസ് കൊടുത്തിട്ടുണ്ട്, ഏത് രീതിയിൽ വേണമെങ്കിലും വോൾസ് പ്രൊവൈഡ് ചെയ്യാം. വാൾസ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ നമുക്ക് വെലോസിറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. സോ ഇതില് സെന്ററിലാണ് ബാഫിൾ വാൾസ് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ഈ ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിന്റെ ഉള്ളിൽ കുറെ വോള് കൊടുക്കുന്നു, കണ്ടോ? ക്ലിയർ ആണോ? ഫിഷ് ലാഡർ മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, സോ ഓക്കെ, താങ്ക് യു. ഇനി നെക്സ്റ്റ് അടുത്തത് കനാൽ റെഗുലേറ്റർ ആണ്. നെക്സ്റ്റ് വൺ ഇനി നെക്സ്റ്റ്. അപ്പൊ നമ്മളുടെ ഇവിടെ വരെ എത്തി. ഈ സെന്ററിൽ റിവറിന്റെ ഉള്ളിൽ വരുന്ന ഏകദേശം കമ്പോണൻസ് എല്ലാം തീർന്നു. വെയറ്, ഡിവൈഡ് വാള്, ഫിഷ് ലാഡർ. ഇനി എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ, ഈ കനാലിലേക്ക് എടുക്കുന്ന അങ്ങോട്ടേക്ക്, അതായത് റിവർ ഇതാണ് വരുന്നത്, ഇതാണ് നിങ്ങളുടെ റിവർ. ആ റിവറിൽ നിന്ന് കനാല് ഓഫ് ടേക്ക് ചെയ്യുന്ന ആ ഒരു ജംഗ്ഷനിൽ നമ്മൾ കനാൽ റെഗുലേറ്റർ കൊടുക്കും. കനാൽ റെഗുലേറ്റർ. ഓക്കെ, കനാൽ റെഗുലേറ്റർ എന്ന് പറയുമ്പോൾ ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും. കനാൽ ഹെഡ് റെഗുലേറ്റർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? കനാലിലേക്ക് വരുന്ന വാട്ടറിന്റെ ഫ്ലോനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന സാധനമാണ് കനാൽ ഹെഡ് റെഗുലേറ്റർ, അല്ലെ കനാൽ റെഗുലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, കനാൽ ഹെഡ് റെഗുലേറ്റർ എന്ന് പറയും. ഇതിലേക്ക് വരുന്ന ഡിസ്ചാർജ് എന്ന് പറയുന്നത് യൂണിഫോം, ഞാൻ പറഞ്ഞില്ലേ, കോൺസ്റ്റന്റ് ആൻഡ് കണ്ടിന്യൂസ് സപ്ലൈ ആണ്. കണ്ടിന്യൂസ് സപ്ലൈ മെയിൻറ്റെയിൻ ചെയ്യണം എപ്പോഴും. കനാലില് എപ്പോഴും ഒരേ ഡിസ്ചാർജ് ആയിരിക്കണം വരുന്നത്. അപ്പൊ ഈ കോൺസ്റ്റന്റ് ആൻഡ് കണ്ടിന്യൂസ് സപ്ലൈ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്താ, നമ്മൾ അവിടെ ഒരു ബാരേജ് പോലെ കൊടുക്കണം. ഇത്ര എമൗണ്ടേ പോകാവുള്ളൂ, അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് എപ്പോഴും പോകണം എന്നുള്ള രീതിയിൽ. ഈ റിവറിന്റെ ഫ്ലക്ച്വേഷൻസ് ഉണ്ട്. റിവറിലെ ഫ്ലോ എന്ന് പറയുന്നത് എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഞാൻ പറഞ്ഞു, ഡ്രൈ സീസണിൽ കുറവും
ഹെവി റെയിൻ്റെ സീസണിൽ വളരെ കൂടുതലുമായിരിക്കും വാട്ടറിന്റെ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പം അതിനനുസരിച്ചായിരിക്കരുത് കനാലിലേക്ക് വെള്ളം വരുന്നത്. കനാലിലേക്ക് വെള്ളം എന്നും ഉണ്ടായിരിക്കണം. കനാലിലൂടെ വെള്ളം എന്നും ഒരേ എമൗണ്ടിൽ പാസ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം നമ്മളിവിടെ? വേറെ ഉണ്ടല്ലോ. അപ്പം ഫ്ലഡിന്റെ സമയത്ത് എന്ത് ചെയ്യും? ഫ്ലഡിന്റെ സമയത്ത് അവിടെ സ്റ്റോർ ചെയ്യും. ആ സ്റ്റോർ ചെയ്ത വാട്ടറിനെ കനാലിലേക്ക് ഡ്രൈ പീരിയഡിന്റെ സമയത്ത് പാസ് ചെയ്യും. ഓക്കെ. ഇനി ഫ്ലഡിന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ ഇനി കനാൽ റെഗുലേറ്റർ എങ്ങനെയാ കൊടുക്കുന്നതെന്ന് ഫിഗർ കാണിച്ചു തരാം. അപ്പൊ കനാൽ റെഗുലേറ്റർ എവിടെയാ കൊടുക്കുന്നതെന്ന് മനസ്സിലായോ? നിങ്ങളുടെ ആ ഒരു കനാലും റിവർ എവിടെയാണോ കോയിൻസൈഡ് ചെയ്യുന്ന ആ ഒരു പോർഷനിൽ, ഹെഡ് ഓഫ് ദ കനാൽ, ഏറ്റവും അപ്സ്ട്രീം ഹെഡ്, കനാലിന്റെ തുടക്കത്തിൽ തന്നെ കൊടുക്കുന്ന സാധനമാണ് കനാൽ ഹെഡ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. അതിന്റെ മെയിൻ എയിം എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് വാട്ടർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എപ്പോഴും റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിസ്ചാർജിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് എന്ത്? കനാൽ ഹെഡ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. ഇനി കനാൽ ഹെഡ് റെഗുലേറ്ററിന്റെ ഫിഗർ കാണിച്ചു തരാം. ഇതാണ് ഒരു കനാൽ ഹെഡ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. ഇതിന് എങ്ങനെയാ ചെയ്യുന്നത് വെച്ചാൽ കുറെ പിയേഴ്സ് ഉണ്ടാവും. ഓക്കെ. അപ്പം ഇതിലൂടെ ആയിരിക്കും റിവർ ഫ്ലോ ചെയ്യുന്നത്. അങ്ങോട്ടേക്ക് റിവർ ഫ്ലോ ചെയ്യുന്നുണ്ടോ? ഇതിന്റെ അപ്പുറത്തെ സൈഡിൽ റിവർ ഫ്ലോ ചെയ്യുന്നുണ്ട്. ആ ഡയറക്ഷനിൽ റിവർ ഫ്ലോ ചെയ്യുന്നുണ്ട്. നമുക്ക് എങ്ങോട്ടേക്ക് വാട്ടറിനെ എടുക്കണം? നേരെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഡയറക്ഷനിലേക്കായിരിക്കും കനാലിനെ നമ്മൾ എപ്പോഴും കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ആ കനാല് തുടങ്ങുന്ന പോർഷനിൽ കുറെ പിയേഴ്സ് വെക്കും. ഇങ്ങനെ പിയേഴ്സ് ഉണ്ടാവും. ഇതാണ് ഒരു പിയർ എന്ന് പറയുന്നത്. ഈ പിയറിന്റെ ഇടയ്ക്ക് കണ്ടോ ഷട്ടേഴ്സ്? ഇതാണ് ഷട്ടർ എന്ന് പറയുന്നത്. ഷട്ടർ ഉണ്ടാവും. ഓക്കെ. കണ്ടോ ഷട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഷട്ടർ പൊക്കുമ്പോഴത്തേക്കും നമുക്ക് എത്ര ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആണോ വേണ്ടത് അതിനനുസരിച്ച് ഷട്ടർ പൊക്കും. ഷട്ടർ പൊക്കുമ്പോഴത്തേക്ക് ഇതിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യും. ഓക്കെ. അങ്ങനെയാണ് ആ ഒരു ഹെഡ് റെഗുലേഷൻ ഉണ്ടാകുന്നത്. ക്ലിയർ ആണോ? കനാൽ ഹെഡ് റെഗുലേറ്റർ എന്ന് പറയുന്നത് കുറെ പിയേഴ്സ് ഉണ്ടായിരിക്കും. ഇത് കണ്ടോ? അതാണ് കനാൽ ഹെഡ് റെഗുലേറ്ററിന്റെ വേറൊരു ഫിഗർ. കുറെ പിയേഴ്സ് ഉണ്ട്. ആ പിയറിന്റെ മുകളിൽ കൂടെ നമുക്ക് നടക്കാനൊക്കെ പറ്റും. നിങ്ങൾ ചിലപ്പോൾ വഴിയിലൂടെ ഒക്കെ പോകുമ്പോൾ ചില സമയത്തൊക്കെ കാണാം ഇങ്ങനെ. ബ്രിഡ്ജ് ഓർത്താൽ മതി. ബ്രിഡ്ജ് മാത്രം ഓർത്താൽ മതി. ബ്രിഡ്ജിന്റെ താഴെ ഷട്ടേഴ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ആ വെള്ളം അങ്ങനെ തന്നെ പോകുമായിരിക്കും. റിവറിനെ ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് ഷട്ടേഴ്സ് ഒന്നും കൊടുക്കൂല. അല്ലാതെ ചുമ്മാ വാട്ടർ ഫ്ലോ ചെയ്യും പിയേഴ്സിന്റെ ഇടയിൽ കൂടെ. പക്ഷെ കനാൽ ഹെഡ് റെഗുലേറ്ററിൽ എന്താണ്? ബ്രിഡ്ജിനെ വെച്ച് നോക്കുമ്പോൾ മാറ്റം. ഇടയ്ക്ക് ഈ പിയേഴ്സിന്റെ ഇടയ്ക്ക് ഷട്ടേഴ്സ് കൊടുക്കും. എന്നിട്ട് ഷട്ടർ പൊക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഇതിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യും. ഓക്കെ. അതാണ് കനാൽ ഹെഡ് റെഗുലേറ്ററിന്റെ ആ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയായിരിക്കും കനാൽ ഹെഡ് റെഗുലേറ്ററിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്? മെയിൻ ആയിട്ട് 3 ഫങ്ഷൻസ് ആണുള്ളത് കനാൽ ഹെഡ് റെഗുലേറ്ററിന്. ഫസ്റ്റ് വൺ എന്താ? വാട്ടറിന്റെ ഫ്ലോനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത്. regulate the supply of water. Regulate the supply of water. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൺട്രോൾ സിൽറ്റ്. കൺട്രോൾസ് ദ സിൽറ്റ് entering കനാൽ. മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫ്ലഡിനെയും കൺട്രോൾ ചെയ്യും. പ്രിവെന്റ് ഫ്ലഡ് entering the canal. ഓക്കെ. എങ്ങനെയാ ഫ്ലഡിനെ പ്രിവെന്റ് ചെയ്യുക? ഇവിടെ ഷട്ടർ ആ സമയത്ത് ഫ്ലഡിന്റെ സമയത്ത് എന്ത് ചെയ്യും? ഫ്ലഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫുള്ള് മണ്ണും കല്ലും എല്ലാം ഉണ്ടാവും. ഓക്കെ. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഷട്ടർ താത്തിയിടും. അതിലൂടെ വാട്ടറിനെ ഫ്ലോ ചെയ്യിക്കാതെ ഷട്ടർ താത്തും. അപ്പൊ അതിലേക്കൂടെ വാട്ടർ ഫ്ലോ ചെയ്യത്തില്ല. റിവറിൽ നിന്ന് വരുന്ന ആ ഫ്ലഡ് വാട്ടർ ഇതിലേക്ക് പോകാതെ നമ്മൾ ഈ ഷട്ടർ താത്തി അതിനെ പ്രിവെന്റ് ചെയ്യും. ഓക്കെ. ഇതൊക്കെയാണ് മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ കനാൽ ഹെഡ് റെഗുലേറ്റർ ഇത്രയാണ്. ക്ലിയർ ആണോ? കനാൽ ഹെഡ് റെഗുലേറ്റർ, ഫിഷ് ലാഡറിന്റെ ഫംഗ്ഷനും കനാൽ ഹെഡ് റെഗുലേറ്ററിന്റെ ഫംഗ്ഷനും പറഞ്ഞു. ഇനി നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് കമ്പോണന്റ് ആണ് സ്കോറിംഗ് ഫ്ലൂയിസസ്. അത് ഞാൻ ഇന്നലെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. സ്കോറിംഗ് ഫ്ലൂയിസസ്
ഓക്കെ. അപ്പം സ്കോറിംഗ് സ്ലൂയിസസ് എന്ന് പറയുന്നത് സിൽറ്റിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സിൽറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് സ്കോറിംഗ് സ്ലൂയിസസ്. എവിടെയാ പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്ക് വെയറിന്റെ ഉള്ളിൽ തന്നെയാണ് സ്കോറിംഗ് സ്ലൂയിസസ് കൊടുക്കുന്നത്. എവിടെ? ഡിവൈഡ് വാളിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള വെയറിന്റെ പോർഷനിലാണ് സ്കോറിംഗ് സ്ലൂയിസസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. സ്ലൂയിസ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും അതൊരു ഹോളാണ് ശരിക്കും. ഓക്കെ, ഞാൻ ഇതിന്റെ ഒരു വീഡിയോ കാണിച്ചിട്ട് അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. സംഭവം ഇതാണ്, വാട്ടർ ഇങ്ങനെ വരുന്നു. അപ്പൊ ഞാൻ വെയർ പറഞ്ഞു, വെയർ എന്ന് പറയുന്ന ടോട്ടൽ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് വെയർ. ഇനി അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഡിവൈഡ് വാൾ കൊടുക്കുന്നുണ്ട്. ഡിവൈഡ് വാളിന്റെ ലെഫ്റ്റ് സൈഡിലെ വെയറിന്റെ ഉള്ളിൽ കൊടുക്കുന്ന ഹോൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അണ്ടർ സ്ലൂയിസസ് ഓർ സ്കോറിംഗ് സ്ലൂയിസസ്. സ്കോറിംഗ് സ്ലൂയിസസ് അല്ലെങ്കിൽ അണ്ടർ സ്ലൂയിസസ്, അണ്ടർ സ്ലൂയിസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഒരു വെയർ ഉണ്ടെന്ന് വിചാരിക്കുക. വെയറിന്റെ ആ ലെഫ്റ്റ് സൈഡ് പോർഷൻ മാത്രമേ ഞാൻ വരച്ചിട്ടുള്ളേ. ഇങ്ങോട്ടേക്ക് എന്തുണ്ട്? ഡിവൈഡ് വാൾ ഇങ്ങനെ ഉണ്ട്. ഓക്കെ, അപ്പം ഇതിന്റെ ഉള്ളില് നമ്മൾ ഇങ്ങനെ കുറച്ച് ഹോൾസ് ഇടും. ഇതാണ് ഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹോള് കൊടുക്കും. ആ ഹോളിൽ എന്ത് കൊടുക്കും? ഷട്ടർ പ്രൊവൈഡ് ചെയ്യും. ഷട്ടർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഷട്ടർ എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും. ഈ ഇവിടെ വെയർ ഉണ്ട്, ഇതാണ് നിങ്ങളുടെ വെയർ എന്ന് വിചാരിക്കുക. ഈ വെയറിന്റെ ഉള്ളില് ഏറ്റവും ബോട്ടം പോർഷനിൽ നമ്മൾ എന്ത് കൊടുക്കും? കുറെ ഹോൾസ് കൊടുക്കും. ഇങ്ങനെ കുറെ ഹോൾസ് കൊടുക്കും. ഇത് കണ്ടോ? ഈ ഹോൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്കോറിംഗ് സ്ലൂയിസസ് ഓർ അണ്ടർ സ്ലൂയിസസ് എന്ന് പറയുന്നത്. ഈ കാണുന്നത് പ്ലാൻ ആണ്. ഞാൻ ഇന്നലെ പറഞ്ഞു ഇത് പ്ലാൻ ആണ്. ഞാൻ ഇപ്പൊ വരച്ചിരിക്കുന്നത് നിങ്ങൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഈ വെയറിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോഴോ അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോഴോ ഉള്ള ഒരു വ്യൂ ആണ് പറയുന്നത്. ഇവിടെ ഒരു ഹോൾ ഉണ്ട്. ആ ഹോൾസിനെല്ലാം ഷട്ടേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി മുമ്പ് കണ്ട പോലെ രണ്ട് പിയറിന്റെ ഇടയിൽ ഷട്ടർ കൊടുത്തില്ലേ, അതുപോലെ ഷട്ടേഴ്സ് കൊടുത്തിട്ടുണ്ടാവും. ഈ ഷട്ടർ എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും. അങ്ങനെ ക്ലോസ്ഡ് ആണെങ്കിൽ എന്താ? വാട്ടർ മൂവ് ചെയ്യത്തില്ല അല്ലെ? വാട്ടർ മൂവ് ചെയ്യാതെ വരുമ്പോ ഇവിടുന്ന് വരുന്ന വെള്ളം ഇവിടെ ഷട്ടർ ക്ലോസ്ഡ് ആണെങ്കിൽ അവിടെ കെട്ടിക്കിടക്കൂലേ? അങ്ങനെ കെട്ടിക്കിടക്കുമ്പോ എന്ത് പറ്റും? വെലോസിറ്റി കുറയും. വെലോസിറ്റി കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സിൽറ്റ് പാർട്ടിക്കിൾ ഒക്കെ വന്നിട്ട് ഇവിടെ ഡെപ്പോസിറ്റ് ആവും ഇല്ലേ? സിൽറ്റ് പാർട്ടിക്കിൾ വന്നിട്ട് ഈ ഒരു പോർഷനിൽ ഡെപ്പോസിറ്റ് ആവും. ഓക്കെ, ഒന്നുകൂടെ പറയാം. നിങ്ങൾക്ക് വെയർ ഉണ്ട്. വെയറിന്റെ ഏറ്റവും ബോട്ടം പോർഷനിൽ കുറെ ഹോൾസ് കൊടുത്തിട്ടുണ്ട്. ആ ഹോൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്കോറിംഗ് സ്ലൂയിസസ് ഓർ അണ്ടർ സ്ലൂയിസസ് എന്ന് പറയുന്നത്. അതില് ഈ ഹോൾസിനെല്ലാം ഷട്ടേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഷട്ടർ എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും. ഷട്ടർ ക്ലോസ്ഡ് ആണെങ്കിൽ എന്താ? വാട്ടർ മൂവ് ചെയ്യത്തില്ല. മൂവ് ചെയ്യാതെ വരുമ്പോൾ വാട്ടർ അവിടെ കെട്ടിക്കിടക്കും. അവിടെ വെലോസിറ്റി കുറയും ഇല്ലേ? വെലോസിറ്റി കുറയും, അവിടെ മൂവ്മെന്റ് ഇല്ല. വെലോസിറ്റി കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് പറ്റും? വരുന്ന വെള്ളത്തിലെ സിൽറ്റ് എല്ലാം അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും ഇല്ലേ? വരുന്ന വെള്ളത്തിൽ സിൽറ്റ് ഡെപ്പോസിറ്റ് ചെയ്ത് കുറെ ഡെപ്ത് ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയോ? ഇവിടെ അജിറ്റേറ്റർ കൊടുക്കും. അജിറ്റേറ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കലക്കുന്ന സാധനം. അങ്ങനെ ഒരു കലക്കുന്ന സാധനം കൊടുത്തിട്ട് ഈ ഷട്ടർ ഓപ്പൺ ചെയ്ത് ഇതിനെ അജിറ്റേറ്റ് ചെയ്തിട്ട് ഈ സ്ലൂയിസിലൂടെ, ഈ സ്ലൂയിസ് ഇവിടെയല്ലേ സ്ലൂയിസ് കൊടുക്കുന്നത്, ആ സ്ലൂയിസിലൂടെ ഡൗൺ സ്ട്രീമിലേക്ക് കളയും. ഇവിടെ ആയിരിക്കും സിൽറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ സിൽറ്റ് ഡെപ്പോസിറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു അജിറ്റേറ്റർ കൊടുത്തിട്ട് ഇങ്ങനെ കലക്കുന്ന പോലത്തെ സാധനം കൊടുത്ത് ഷട്ടർ ഓപ്പൺ ചെയ്ത് അവിടെ നിന്ന് ഡൗൺ സ്ട്രീമിലേക്ക് പാസ് ചെയ്യും. ക്ലിയർ ആണോ എങ്ങനെയാണ് സ്കോറിംഗ് സ്ലൂയിസിന്റെ മെക്കാനിസം എന്ന് പറയുന്നത്? മനസ്സിലായോ? ഓക്കെ, ഇനി ഇതിന്റെ വേറൊരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ പറഞ്ഞു, സിൽറ്റിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സിൽറ്റ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. വേറൊരു ഗുണം എന്താന്ന് വെച്ചാൽ, തീരെ വെള്ളമില്ലാത്ത സമയമാണെന്ന് വിചാരിച്ചു. ഒട്ടും വെള്ളമില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഒട്ടും വെള്ളമില്ലാത്ത സമയത്തും കൂടാതെ ഫ്ലഡിന്റെ സമയത്തും ഒക്കെ ഇവിടെ ഓൾറെഡി വെയർ എന്ന് പറയുന്ന ഒരു ഒബ്സ്ട്രക്ഷൻ തന്നെയാണ് അല്ലെ? വെയർ എന്ന് പറയുന്നത് ഇപ്പൊ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നു. ഈ വെയർ എന്ന് പറയുന്ന ഒരു ഒബ്സ്ട്രക്ഷൻ തന്നെയാണ്. ഇവിടെ വെള്ളത്തിനെ കെട്ടിക്കിടത്തും. അപ്പൊ ഫ്ലഡിന്റെ സമയത്ത് ഇതിന്റെ മുകളിൽ കൂടെ മാത്രമേ വെള്ളത്തിനെ പാസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി വെള്ളം അവിടെ തന്നെ കിടക്കും. അപ്പൊ ഫ്ലഡിന്റെ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഈ ഷട്ടർ അങ്ങ് ഓപ്പൺ ചെയ്ത് കൊടുക്കും. അപ്പൊ ആ ഷട്ടറിൽ കൂടെയും വെള്ളത്തിനെ നമുക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഫ്ലഡിന്റെ സമയത്താണെങ്കിൽ, ഇനി ട്രൈ സീസൺ ആണെന്ന് വിചാരിച്ചോ, ട്രൈ സീസണിന്റെ സമയത്ത് നമ്മൾ ഈ ഷട്ടർ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിനെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
സോ അതാണ് പാസ് ലോ ഫ്ലഡ് വിത്തൗട്ട് ഡ്രോപ്പിംഗ് ദി ഷട്ടേഴ്സ് ഓഫ് മെയിൻ വെയർ. ഈ വെയറിനും ഷട്ടേഴ്സ് ഉണ്ടാവും. ഈ ഷട്ടർ ചിലപ്പോൾ ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് ഈ അണ്ടർ സ്ലൂയിസിലെ ഷട്ടറിലൂടെ തന്നെ വാട്ടറിനെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഫ്ലഡ് വരുന്ന സമയത്തൊക്കെ വാട്ടറിനെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ അതാണ് രണ്ടാമത്തെ. അപ്പോൾ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് സ്കോറിംഗ് സ്ലൂയിസസിന് രണ്ട് ഫംഗ്ഷൻ ആണ് ഉള്ളത്. ഒന്നാമത് സിൽറ്റ് പ്രിവെന്റ് ചെയ്യുക, പിന്നെ രണ്ടാമത്തത് പാസ് ലോ ഫ്ലഡ്. ലോ ഫ്ലഡ്, ഫ്ലഡിന്റെ സമയത്ത് ഇവിടെ നമുക്കൊരു കൺട്രോൾ ഉണ്ട് അല്ലെ. വെയർ മാത്രം എന്ന് പറയുമ്പോൾ അതൊരു ഒബ്സ്ട്രക്ഷനാ. അപ്പൊ ആ ഒബ്സ്ട്രക്ഷനിൽ മുകളിൽ കൂടെ മാത്രമേ വാട്ടറിനെ പാസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റത്തുള്ളൂ. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഷട്ടർ, ഇതിന്റെ താഴെയുള്ള ഷട്ടർ അല്ലേ, ആ ഷട്ടറും കൂടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറെ ഫ്ലഡിനെ അതിലൂടെ പാസ് ചെയ്യിക്കാൻ വേണ്ടിട്ട് പറ്റും. സോ ഇതാണ് ഒരു ഇത്രയാണ് നിങ്ങളുടെ കമ്പോണൻസ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ജസ്റ്റ് ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് നിങ്ങൾ ഗൈഡ് ചെയ്തു, ഗൈഡ് ബാങ്കും മാർജിനൽ ബണ്ടും ഉണ്ട്. അത് രണ്ടുമാണ് റിവർ ട്രേഡിംഗ് വർക്ക്. ഫസ്റ്റ് കമ്പോണന്റ്. നെക്സ്റ്റ് വരുന്ന വാട്ടറിനെ നമ്മൾ ഒബ്സ്ട്രക്ഷൻ വെച്ച് പ്രിവെന്റ് ചെയ്തു, അതാണ് വെയർ. ഇനി വെയറിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് അണ്ടർ ഫ്ലൂയിസ് ആണ്, മറ്റേ സൈഡ് സാധാരണ ഒബ്സ്ട്രക്ഷൻ ആണ്. സോ ഇതിനെ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനും കൂടാതെ വേറെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്തു, ഡിവൈഡ് വാൾ കൊടുത്തു. ഡിവൈഡ് വാൾ എന്ന് പറയുന്നത് ഫ്ലോയ്ക്ക് പാരലൽ ആയിട്ട് കൊടുക്കുന്ന ആ ഒരു ഒബ്സ്ട്രക്ഷൻ ആണ്. അതിന്റെ ഫങ്ഷൻസ് പറഞ്ഞു. ഇനി ഫിഷ് ലാഡർ കൊടുത്തു. ഡിവൈഡ് വാളിന്റെ റൈറ്റ് സൈഡിൽ ഫിഷ് ലാഡർ. ഫിഷ് ലാഡർ എന്തിനാ കൊടുക്കുന്നത്, ഫിഷിനെ പാസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഫിഷ് ലാഡർ പ്രൊവൈഡ് ചെയ്തു. അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് 3 to 3.5 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കണം. ഇനി അടുത്തത് വാട്ടർ ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് കനാൽ ഹെഡ് റെഗുലേറ്റർ ഉണ്ട്. കനാൽ ഹെഡ് റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ കുറെ പിയർ ഒക്കെ വെച്ച് ഇവിടെ ഇങ്ങനെ കുറെ പിയേഴ്സ് വെച്ചിട്ട് അതിന്റെ ഇടയിൽ ഷട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യും. ആ ഷട്ടർ വെച്ചിട്ടാണ് റെഗുലേറ്റ് ചെയ്യുന്നത്, വാട്ടറിന്റെ ഫ്ലോനെ റെഗുലേറ്റ് ചെയ്യുന്നത്. പിന്നെന്താ ലാസ്റ്റ് വൺ അണ്ടർ ഫ്ലൂയിസസ്. അണ്ടർ ഫ്ലൂയിസസ് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് വാളിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള വെയറിന്റെ പോർഷനിലെ കൊടുക്കുന്ന ഹോൾസിനെയാണ് നമ്മൾ അണ്ടർ ഫ്ലൂയിസസ് എന്ന് പറയുന്നത്. അണ്ടർ ഫ്ലൂയിസസ് ഷട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഷട്ടർ ഓപ്പൺ ചെയ്തും ക്ലോസ് ചെയ്തിട്ടുമാണ് നിങ്ങൾ സിൽറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ക്ലോസ്ഡ് ആയിട്ടിരിക്കുമ്പോഴത്തേക്കും വെലോസിറ്റി കുറയും. വെലോസിറ്റി കുറയുമ്പോൾ സിൽറ്റ് ഡെപ്പോസിറ്റ് ചെയ്യും. സിൽറ്റ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അജിറ്റേറ്റർ കൊടുത്തിട്ട് ഷട്ടർ ഓപ്പൺ ചെയ്ത് ഇവിടെ കിടക്കുന്ന സിൽറ്റിനെ ഡൗൺ സ്ട്രീമിലേക്ക്, റിവറിന്റെ ഡൗൺ സ്ട്രീമിലേക്ക് തന്നെ കളയും. കനാലിലോട്ട് ആ സിൽറ്റിനെ ഒന്നും കളയത്തില്ല. നമുക്ക് നല്ല വെള്ളം വേണ്ടത് കനാലിലല്ലേ, റിവറിൽ കൂടെ എന്ത് വെള്ളം പോയാലും നമുക്കത് പ്രശ്നമല്ലല്ലോ. സോ അങ്ങനെ അതാണ് കമ്പോണൻസ് ഓഫ് ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു വീഡിയോ കാണിച്ചു തരാം, അപ്പൊ നമുക്ക് അത് ശരിക്കും ക്ലിയർ ആവും. നിങ്ങൾക്ക് കാണുന്നുണ്ടോ?
കാണാവോ? നോക്ക്, അവര് സൂം ചെയ്യുന്നുണ്ട്. അപ്പം ഇത് കണ്ടോ? ഒന്നുകൂടെ ആ വീഡിയോ ഞാൻ ജസ്റ്റ് റിവൈൻഡ് ചെയ്ത് ഒന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ, സോ ഇതാണ് ഇതാണ് വെയർ എന്ന് പറയുന്നത്. നിങ്ങളുടെ കനാൽ ഇതിലൂടെ വന്നു, അതിനെ ഒബ്സ്ട്രക്ട് ചെയ്ത് നമ്മളൊരു വെയർ പ്രൊവൈഡ് ചെയ്തു. വെയറിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഡിവൈഡ് വോൾ ഉണ്ട്. ഇതാണ് ഡിവൈഡ് വോൾ എന്ന് പറയുന്നത്. കണ്ടോ, ഡിവൈഡ് വോൾ ഉണ്ട്. ഡിവൈഡ് വോളിന്റെ സൈഡിൽ ഫിഷ് ലാഡർ ഉണ്ട്. ഈ മുകളിൽ നിന്ന് നോക്കുമ്പോൾ വ്യൂ ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്തത്. കണ്ടോ, പ്ലാനിൽ നിന്ന് കാണുമ്പോൾ ഇങ്ങനെ കാണുള്ളൂ, ഫിഷ് ലാഡറും ഒക്കെ ആയിട്ട്. നോക്ക്, മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഫിഷ് ലാഡർ ഈ ഒരു രീതിയിലായിരിക്കും കാണുന്നത്. ഇത് നോക്കിയേ. അപ്പം റിവർ ഇതിലൂടെ പാസ് ചെയ്തു. നമുക്ക് ഇങ്ങോട്ടേക്കാണ് കനാൽ എടുക്കേണ്ടത്. സോ വെയർ ഇവിടെ കൊടുത്തു, വെയർ ഇവിടെ പ്രൊവൈഡ് ചെയ്തതിനു ശേഷം ഇതാണ് അണ്ടർ സ്ലൂയിസിന്റെ പോർഷൻ എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഈ ഒരു പോർഷൻ ആണ് അണ്ടർ സ്ലൂയിസിന്റെ പോർഷൻ എന്ന് പറയുന്നത്. ഇവിടെ സാധാരണ പോലെ തന്നെ വെയർ. ഇത് കണ്ടോ, താഴെ കുഞ്ഞു കുഞ്ഞു ഹോൾസ്, അത് സൂം ചെയ്ത് അവർ കാണിക്കും. കൂടാതെ ഈ സൈഡിൽ കണ്ടോ, നമുക്ക് വേണ്ടി റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി കുറെ പിയേഴ്സ്. ഇതാണ് കനാൽ ഹെഡ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. ഇതാണ് ഫിഷ് ലാഡേഴ്സ്. കണ്ടോ, പല ബാഫിൾ വാൾസ് കൊടുത്തിട്ട് ഫിഷ് ലാഡേഴ്സ്. ഇത് ഫിഷ് ലാഡർ ഒക്കെ ഇപ്പൊ വൃത്തിക്ക് കാണാൻ പറ്റും. ഇതുണ്ടോ, ഫിഷ് ലാഡേഴ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ് ഫിഷ് ലാഡർ. ഇതാണ് അണ്ടർ സ്ലൂയിസിന്റെ പോർഷൻ. ഇതുണ്ട്, ഇതിലൂടെ അണ്ടർ സ്ലൂയിസിന് കുറച്ച് ഹോൾസ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. വിയറിന്റെ അടുത്ത് ഹോൾസ് പ്രൊവൈഡ് ചെയ്തേക്കുവാണ്. ഇതാണ് നിങ്ങളുടെ കനാൽ ഹെഡ് റെഗുലേറ്റർ. കുറെ പിയേഴ്സ് ഉണ്ട്. പിയേഴ്സിന്റെ ഉള്ളിൽ കൂടെ ഷട്ടർ ഉണ്ട്. ആ ഷട്ടർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി മുകളിൽ സാധനങ്ങളും ഉണ്ട്. ഇതാണ് അണ്ടർ സ്ലൂയിസിന്റെ പോർഷൻ. ഇതാണ് കനാൽ ഹെഡ് റെഗുലേറ്റർ. ഇതാണ് ഫിഷ് ലാഡേഴ്സ്. ഞാൻ പറഞ്ഞില്ലേ, ബാഫിൾ വോൾസ് വെച്ചിട്ടുണ്ടെന്ന്. ഇടയിൽ കൂടെ ബാഫിൾ വോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ബാഫിൾ വോൾസ് വെച്ചേക്കുന്ന കണ്ടോ, ഓരോന്ന് വളരെ ക്ലിയർ ആയിട്ട് കാണാം. ഒരു ടാങ്ക് പോലെ വന്നിട്ട് അതിന്റെ ഇടയിൽ കൂടെ വോൾസ് വെച്ചേക്കുന്നു. ഇത് ഫിഷ് ലാഡർ. നിങ്ങക്ക് കാണുന്നുണ്ടല്ലോ അല്ലെ?
ഇതാണ് കനാൽ ഹെഡ് റെഗുലേറ്റർ. കണ്ടോ ഷട്ടർ വെച്ചേക്കുന്ന കുറെ പിയേഴ്സ് ഉണ്ട്. പിയേഴ്സിന്റെ ഇടയ്ക്ക് നമ്മൾ ഷട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഷട്ടർ പൊക്കുകയും താത്തുകയും ചെയ്യുമ്പോൾ ഇതിലൂടെയുള്ള വാട്ടറിന്റെ ഫ്ലോനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വാട്ടറിന്റെ ഫ്ലോനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് ഷട്ടേഴ്സ്. ആ കാണിച്ചിരിക്കും ഇപ്പൊ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ് ഷട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതിലൂടെ വാട്ടർ വന്ന് ഈ ഷട്ടർ പൊക്കിയിട്ടുണ്ടെങ്കിൽ ഇതുണ്ട്, ഇവിടെ ഒരു ഷട്ടർ പൊക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ വാട്ടറിനെ ഫ്ലോ ചെയ്യിക്കാൻ പറ്റും. ഇനി ഇതാണ് അണ്ടർ സ്ലൂയിസസ്. ഇത് നോക്കുക, ഇതാണ് അണ്ടർ സ്ലൂയിസ് എന്ന് പറയുന്നത്. കണ്ടോ വെയറിന്റെ അടിയിൽ നമ്മളൊരു ഹോൾസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇനി ഇതിവിടെ നോക്കിയ ഷട്ടേഴ്സ് കണ്ടോ, ഇവിടെ ഷട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ എല്ലാ ഹോൾസും അടഞ്ഞായിരിക്കും കിടക്കുന്നത്. അങ്ങനെ അടഞ്ഞു കിടക്കുമ്പോഴത്തേക്ക് അവിടെ ഇങ്ങോട്ടേക്ക് വാട്ടർ ഫ്ലോ ചെയ്യത്തില്ല. അപ്പൊ അപ്പുറത്തെ സൈഡിൽ നമുക്ക് വാട്ടറിനെ കെട്ടിക്കിടത്തും. അങ്ങനെ വാട്ടറിന്റെ വെലോസിറ്റി കുറയുമ്പോൾ എന്ത് പറ്റും, അവിടെ സിൽറ്റ് എല്ലാം ഡെപ്പോസിറ്റ് ആവും. സിൽറ്റ് ഡെപ്പോസിറ്റ് ആയി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ അജിറ്റേറ്റർ വെച്ച് അതിനെ കലക്കിയിട്ട് ഈ ഷട്ടർ പൊക്കി ഇതിലൂടെ പാസ് ചെയ്യും. കണ്ടോ ഷട്ടേഴ്സ് കുറച്ച് പൊക്കി കിടക്കുന്ന ഇതൊക്കെയാണ് ഷട്ടേഴ്സ്. ഇപ്പൊ കണ്ടോ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇത് നോക്കിയേ, ഷട്ടേഴ്സ് തുറന്നു വെച്ചേക്കുന്നതുണ്ടോ. ഈ ഷട്ടർ തുറക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യുന്ന അർത്ഥം. ഇത് മുഴുവൻ താത്തുവാണെങ്കിൽ അതിലെ കൂടെ ഫ്ലോ നടക്കൂല. അപ്പൊ ഇവിടെ സിൽറ്റ് ഡെപ്പോസിറ്റ് ആവും. എന്നിട്ട് അജിറ്റേറ്റ് ചെയ്തതിന് ശേഷം ഈ സാധനം പൊക്കിയിട്ട് ചീത്ത വാട്ടറിനെ ഫ്ലോ ചെയ്യിച്ച് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യിച്ച് കളയും. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ ഒരു ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഏകദേശം ഒരു ധാരണ വന്നെന്ന് വിചാരിക്കുന്നു. ഈ ജസ്റ്റ് യൂട്യൂബ് ഇനി കാണാത്തവര് ജസ്റ്റ് ഈ ക്ലാസ് കഴിയുമ്പോൾ ജസ്റ്റ് ഈ ഒരു വീഡിയോ കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അപ്പൊ നമ്മൾ ഡൈവേർഷൻ ഹെഡ് വർക്ക് അതിന്റെ കമ്പോണൻസ് എല്ലാം പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വെയേഴ്സ് ആൻഡ് ബാരേജസ്. ഇപ്പൊ നമ്മൾ വെയർ എന്താന്ന് പഠിച്ചു. വെയർ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന വേറൊരു ഒബ്സ്ട്രക്ഷൻ ആണ് ബാരേജ് എന്ന് പറയുന്നത്. വെയർ പോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു ഒബ്സ്ട്രക്ഷൻ ആണ് ബാരേജ് എന്ന് പറയുന്നത്. ഇപ്പം ഈ റിവർ ഇങ്ങോട്ടേക്ക് ഒഴുകി വന്നു. ഇനി ഈ വെയറും ബാരേജും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. സോ ഈ വെയർ എങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു സോളിഡ് ഒബ്സ്ട്രക്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുവാണ്. ഓക്കെ, ഇങ്ങനെ ഒരു സോളിഡ് ഒബ്സ്ട്രക്ഷൻ കൊടുക്കുക. വാട്ടർ വരുമ്പോഴത്തേക്കും അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഒരു സോളിഡ് ഒബ്സ്ട്രക്ഷൻ. അപ്പൊ അതെങ്ങനെ സോളിഡ് ഒബ്സ്ട്രക്ഷൻ കൊടുക്കുന്ന, ഒരു കോൺക്രീറ്റിന്റെ ഒരു ബ്ലോക്ക് അവിടെ വെച്ചാൽ മതി. കോൺക്രീറ്റിന്റെ ഒരു ബ്ലോക്ക് അവിടെ ഉണ്ടാക്കി വെക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ഇവിടെ വാട്ടർ എന്തായാലും ഒബ്സ്ട്രക്റ്റ് ആയിട്ട് പോകും. അപ്പം വെയറും ബാരേജും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബാരേജ് എന്ന് പറയുന്ന ഒരു ഒബ്സ്ട്രക്ഷൻ ആണ്, പക്ഷെ അതിന് വ്യത്യാസമുണ്ട്. ഇതിന്റെ മെയിൻ ഡിഫറൻസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ കണ്ടു ഈ ക്രസ്റ്റിന്റെ മുകളിലാണ് ഇത് വെയർ ആണ്. വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്രസ്റ്റ്, ഇതിനെയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയുന്നത്. ആ തടഞ്ഞു വെച്ചേക്കുന്നതിന്റെ ഏറ്റവും ടോപ്പ് പോർഷൻ ഇല്ല, അതിനെ ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഈ ക്രസ്റ്റ് വെച്ചിട്ടാണ് മുഴുവനും നമ്മള് വാട്ടറിനെ ബ്ലോക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ മുകളിൽ ചിലപ്പോൾ നമ്മളൊരു ഷട്ടർ കൊടുക്കും.
ഓക്കെ, ഒരു ചെറിയ ഷട്ടർ ചില സമയങ്ങളിൽ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പം നമ്മളുടെ മെയിൻ ഒബ്സ്ട്രക്ഷൻ വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ സോളിഡ് ആയിട്ടുള്ള ഒരു കോൺക്രീറ്റിന്റെ ബ്ലോക്ക് വെച്ചിട്ടാണ് ആ ഒബ്സ്ട്രക്ഷൻ വരുന്നത്. പക്ഷേ ബാരേജിന്റെ കേസിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്രസ്റ്റ് അല്ല മെയിൻ ആയിട്ട് അതിനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്നത്, പകരം ഈ ഷട്ടർ മാത്രമായിരിക്കും. ഷട്ടർ ആയിരിക്കും അതിനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്നത്. കാരണം ഇവിടെ ജസ്റ്റ് ഒന്ന് റേസ് ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ, ആ ഫ്ലോർ ഒന്ന് ജസ്റ്റ് റേസ് ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ. മെയിൻ ആയിട്ടും ഷട്ടർ ആയിരിക്കും ഇവിടുത്തെ റോള്. വാട്ടറിനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്ന റോൾ എന്ന് പറയുന്നത് ഷട്ടറിനായിരിക്കും. പക്ഷെ വെയറിന്റെ കേസിലോ ഈ ക്രസ്റ്റ് എന്ന് പറയുന്നത് ഹൈ ക്രസ്റ്റ് ആയിരിക്കും. ഇത് കണ്ടോ, ഹൈ ക്രസ്റ്റും ചില സമയത്ത് ഷട്ടറും കൊടുക്കുള്ളൂ. ഇവിടുത്തെ കേസിൽ ലോ ക്രസ്റ്റും ഷട്ടർ മസ്റ്റ് ആണ്. ബാരേജിന് എന്തായാലും ഷട്ടർ ഉണ്ടായിരിക്കും. ആ ഷട്ടർ ആണ് മെയിൻ ആയിട്ട് ഈ വാട്ടറിന്റെ ഫ്ലോനെ പ്രിവെന്റ് ചെയ്യുന്നത്. ഇതാണ് ബാരേജ് എന്ന് പറയുന്നത്. ഇതാണ് വെയർ എന്ന് പറയുന്നത്. ഓക്കെ, വെയറും ബാരേജും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് ഇതാണ്. ഹൈ ക്രസ്റ്റ് വെച്ചിട്ടാണ് വെയർ വാട്ടറിനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്നത്. കണ്ടോ, ഇതിന്റെ ഹൈറ്റ് കൂടുതലാണ്. പക്ഷെ ബാരേജില് ഈ ക്രസ്റ്റിന്റെ ഹൈറ്റ് കുറവാണ്. മെയിൻ ആയിട്ടും ഷട്ടർ ആയിരിക്കും ഇവിടെ വാട്ടറിനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്നത്. ഈ വാട്ടറിനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്ന ഈ വാട്ടർ ഇങ്ങനെ കിടക്കുന്നതിന്റെ പേരാണ് കേട്ടോ പോണ്ടിങ്. പോണ്ടിങ് എന്നാണ് പറയുന്നത് ഇത്രയും ഒരു ഡെപ്തിന്. പോണ്ടിങ്, പോണ്ടിങ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതില് ബാരേജിൽ പോണ്ടിങ് നടത്തുന്ന ആരാ? ഷട്ടർ ആയിരിക്കും. വെയറിൽ പോണ്ടിങ് മെയിൻ ആയിട്ട് നടത്തുന്നത് ആരായിരിക്കും? ഈ ക്രസ്റ്റ് ആയിരിക്കും. ഈ സോളിഡ് ക്രസ്റ്റ് ആയിരിക്കും വെയറിൽ പോണ്ടിങ് നടത്തുന്നത്. ചില സമയത്ത് ഷട്ടർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പക്ഷെ ബാരേജിന്റെ കേസിൽ എന്തായാലും ഷട്ടർ വേണം. ക്രസ്റ്റ് ചില സമയത്തെ കൊടുക്കാറുള്ളൂ. ഓക്കെ, ഇനി രണ്ടാമത്തെ മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഈ വെയറിന്റെ കേസിൽ വെയറിന്റെ താഴെ ഈ ക്രസ്റ്റ് ഇല്ലേ, ക്രസ്റ്റിലാണ് ആ സ്ലോട്ട് നമ്മൾ കൊടുക്കുക. സ്ലോട്ട് എന്തിനാ? ഈ ഷട്ടർ താത്തുകയും പൊക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ലോട്ട് നിങ്ങൾ സാധാരണ ഒരു ഷട്ടർ ഓർത്താൽ മതി. ഈ കടയിലെ ഷട്ടർ ഒക്കെ ഇല്ലേ, അതൊരു ഹോള്, ഒരു സ്ലോട്ട് ഉണ്ടല്ലോ, ആ സ്ലോട്ടിന്റെ ഉള്ളിലോട്ടല്ല നമ്മൾ ഷട്ടർ മടക്കി വെക്കുന്നത്. അപ്പൊ ആ സ്ലോട്ട് കൊടുക്കുന്ന വെയറിന്റെ ഉള്ളിലാണ്. അതുകൊണ്ട് വെയറിന്റെ കേസില് നമ്മള് ഷട്ടർ താത്തുക എന്ന് വെച്ചിട്ടുണ്ടല്ലോ, അതായത് ഈ ഷട്ടർ ഇതിന്റെ ഉള്ളിലേക്ക് ആകുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഫ്ലോ നടക്കും അല്ലെ. ഇതിലൂടെ താത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഷട്ടർ ഇല്ല, ഷട്ടർ ക്ലോസ്ഡ് ആണ്, ഇതിന്റെ ഉള്ളിലോട്ട് കയറി എന്നാണ് അർത്ഥം. ഇനി ഷട്ടർ പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അവിടെ വാട്ടറിനെ പ്രിവെന്റ് ചെയ്യും. ഓക്കെ, ഇനി ബാരേജിന്റെ കേസിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഈ മുകളിലാണ് അതിനുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്ലോട്ട് അല്ല, ബാരേജിന്റെ അകത്ത് ഷട്ടർ അല്ല, മുകളിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഷട്ടർ മുകളിലേക്ക് പൊക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? വാട്ടർ ഇതിലൂടെ ഫ്ലോ ചെയ്യും. താത്തുക എന്ന് പറഞ്ഞാൽ എന്താ? ഷട്ടർ താത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒബ്സ്ട്രക്ഷനും ആയിരിക്കും. ഓക്കെ, ഇതിന്റെ പൊസിഷൻ ഓർത്താൽ മതി. ആ ഒരു സ്ലിറ്റ് എവിടെയാ കൊടുക്കുന്നതെന്ന്, ബാരേജിന്റെ ആ സ്ലോട്ട് എവിടെയാ കൊടുക്കുന്നതെന്ന് ഓർത്താൽ മതി. വെയറിന്റെ കേസിൽ താഴെയാണ് സ്ലോട്ട് കൊടുക്കുക. അപ്പൊ താത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ ഫ്ലോ ചെയ്യും. പക്ഷെ ബാരേജിന്റെ കേസിൽ സ്ലോട്ട് നമ്മൾ ആ പ്രൊവിഷൻ കൊടുക്കുന്നത്, ഷട്ടറിനെ ഫിക്സ് ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുക്കുന്നത് മുകളിലാണ്. മുകളിലാവുമ്പോഴത്തേക്കും ഷട്ടർ പൊക്കിയിട്ടുണ്ടെങ്കിൽ വാട്ടർ ഫ്ലോ ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ ബാരേജ് എന്ന് പറയുന്ന ഒരു കൂടുതൽ കോസ്റ്റ് വേണ്ട ഒരു സാധനമാണ്. കാരണം ഇവിടെ വേറെ കേസിൽ ചില സമയത്തൊക്കെ നമ്മൾ ഈ ഷട്ടർ പ്രൊവൈഡ് ചെയ്യാറുള്ളൂ. അവിടെ സാധാരണ ഒരു ഒബ്സ്ട്രക്ഷൻ കൊടുത്താൽ മതി, അതായത് ഒരു കോൺക്രീറ്റിന്റെ ഒരു ബ്ലോക്കോ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ മതി. പക്ഷെ ബാരേജിന് അങ്ങനെയല്ല, ഷട്ടർ എന്തായാലും വേണം, അതിന് കുറെ മെക്കാനിസം വേണം. അതുകൊണ്ട് കോസ്റ്റ് കൂടുതൽ ബാരേജിനായിരിക്കും വെയറിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. ഓക്കെ, ഇനി അപ്പം ഏതിനായിരിക്കും കൺസ്ട്രക്ഷൻ പീരീഡും കൂടുതൽ? ബാരേജിന്റെ കേസിൽ കൺസ്ട്രക്ഷന്റെ ടൈമും കൂടുതലായിരിക്കും, പീരീഡ് കൂടുതലായിരിക്കും. പക്ഷെ വെയറിന്റെ കേസിൽ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയുന്നത് കുറവായിരിക്കും. നെക്സ്റ്റ് നമ്മൾ ഈ വെയറിന്റെ കേസിൽ നമുക്ക് റോഡും റെയിലും ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. റോഡ് ഓർ റെയിൽ ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ബാരേജിന്റെ കേസിൽ റോഡ് ആൻഡ് റെയിൽ ക്യാൻ ബി പ്രൊവൈഡഡ്. ബാരേജില് റോഡും റെയിലും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. കാരണം എന്താന്ന് വെച്ചാൽ ഈ വെയറിന്റെ കേസിൽ എന്താ, ഞാൻ പറഞ്ഞു ആ ഫുൾ ഡെപ്തിൽ നമ്മൾ ഒബ്സ്ട്രക്ഷൻ കൊടുക്കൂല. അതിന്റെ മുകളിലൂടെ എപ്പോഴും വാട്ടർ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും.
അപ്പൊ നമുക്ക് അതിന്റെ മുകളിൽ കൂടെ നടക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ബാരേജ് എന്ന് പറഞ്ഞാൽ മുകളില് നമുക്ക് ആ മെക്കാനിസം ഉണ്ട്, അതായത് ഷട്ടറിനെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള മെക്കാനിസം ഉണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്തും കൂടെ കൊടുക്കാറുണ്ട്, റോഡിനുള്ള ഫെസിലിറ്റിയും കൂടെ കൊടുക്കാറുണ്ട്. അപ്പൊ ഇതിലൂടെ നമുക്ക് ആൾക്കാരെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ മെയിൻ ആയിട്ട് വരുന്നത് ഇതാണ്. വെയറിന്റെ കേസിൽ ലോ ക്രസ്റ്റ് ആണ്, സോറി ഹൈ ക്രസ്റ്റ് ആണ്. വെയർ ക്രസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സാധനമാണ്. ഈ ക്രസ്റ്റ് ഹൈ ആണ് അല്ലെ, ഹൈ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ ബാരേജിന്റെ കേസിൽ അത് ലോ ആണ്. ഓക്കെ, ഹൈ ക്രസ്റ്റ്, ഇവിടെ ലോ ക്രസ്റ്റ്, ബാരേജ് ലോ ക്രസ്റ്റ്. ഇനി പോണ്ടിങ് എങ്ങനെയാ നടത്തുന്നത്? വെയർ പോണ്ടിങ് എങ്ങനെയാ നടത്തുന്നത്? പോണ്ടിങ് ഈസ് ഡൺ ബൈ ക്രസ്റ്റ്. ക്രസ്റ്റ് വഴിയാണ് മെയിൻ ആയിട്ടും പോണ്ടിങ് നടക്കുന്നത്. ബാക്കി ചില സമയത്ത് ഷട്ടറും കൂടെ കൂടും. ഇവിടെയോ പോണ്ടിങ് എങ്ങനെയാ നടത്തുന്നത്? പോണ്ടിങ് ഡൺ ബൈ ഷട്ടർ. ഷട്ടർ വഴിയാണ് പോണ്ടിങ് നടത്തുന്നത്. പിന്നെ ഇതില് ഗേറ്റിന്റെ ഹൈറ്റിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇവിടെ ഗേറ്റ് എന്ന് പറയുന്നത് ഷട്ടർ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ഷട്ടേഴ്സിന് അത്ര ഹൈറ്റ് ഒന്നുമില്ല. ഷട്ടർ ഹൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 2 to 2.5 മീറ്റേഴ്സേ വരത്തുള്ളൂ. പക്ഷെ ഇവിടെ ഷട്ടറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റ്. ഓക്കെ, പിന്നെ പോസ്റ്റിന്റെ കാര്യം പറയാം, കൺസ്ട്രക്ഷൻ പീരീഡിന്റെ കാര്യം പറയാം, റോഡ് റെയില് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ബാക്കിയുള്ളത് ഞാൻ അവിടെ എഴുതി വെച്ചിട്ട് നിങ്ങളുടെ നോട്ടിൽ തന്നിട്ടുണ്ട്. ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാവുന്ന പോയിന്റ്സ് ഒക്കെ ഉള്ളൂ. മെയിൻ ആയിട്ടുള്ള നിങ്ങളുടെ വെയറും ബാരേജും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കും ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ക്രസ്റ്റ് ആണ്, അതാണ് മെയിൻ ഡിഫറൻസ്. ബാരേജ് എന്ന് പറഞ്ഞാൽ ലോ ക്രസ്റ്റ് ആണ്. ആ ക്രസ്റ്റിന്റെ മുകളിൽ എപ്പോഴും നമ്മൾ ഷട്ടർ കൊടുത്ത് ഷട്ടറിനെ വെച്ചിട്ടാണ് പോണ്ടിങ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ബാരേജ് എന്ന് പറയുന്നത്. അതേസമയം വെയർ എന്ന് പറഞ്ഞാൽ എന്താ, ക്രസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഫുൾ പോണ്ടിങ് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെയർ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഫിഗർ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് നോക്കിയ വെയറിന്റെ ഫിഗർ ആണ് ഈ കാണുന്നത്. ഇതാണ് വെയർ. വെയർ നോക്കിയ ഫുൾ ക്രസ്റ്റ് ആണ്, ആ സോളിഡ് ഒബ്സ്ട്രക്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലായിടത്തും കോൺക്രീറ്റ് തന്നെയാണ് പോയിരിക്കുന്നത്. സോ അതാണ് ഒരു വെയർ എന്ന് പറഞ്ഞത്. ഇനി ബാരേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ബാരേജ് കണ്ടോ, ബാരേജ് എന്ന് പറഞ്ഞാൽ മുഴുവൻ ഷട്ടർ വെച്ചിട്ടുള്ള ഓപ്പറേഷനാണ്. ഇവിടെ കണ്ടോ, ഷട്ടർ വെച്ചിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ നടത്തുന്നത്. ഓക്കെ, ഈ ആ ഒരു ഷട്ടർ പൊക്കുകയും താക്കുകയും ചെയ്തിട്ടാണ് ഇവിടെ പോണ്ടിങ് ഫുള്ള് നടത്തുന്നത്. അതിനെയാണ് നമ്മൾ ബാരേജ് എന്ന് പറയുന്നത്. നോക്കിയേ, വെയർ എന്ന് പറയുന്നത് ചില സമയത്ത് ക്രസ്റ്റ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ, ചില സമയത്ത് ഷട്ടേഴ്സും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതിനെയാണ് വെയർ. ഇവിടെ ബാരേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രസ്റ്റ് കുറവാണ്, എന്തായാലും ഗേറ്റ് ഉണ്ട്, അതാണ് ബാരേജ്. ഇത് കണ്ടോ, ഇതാണ് ഒരു ബാരേജിന്റെ ഫിഗർ എന്ന് പറയുന്നത്. അത് നമുക്ക് സെക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. സ്ലോട്ട് ഒക്കെ ഉണ്ട്. ഇവിടെയാണ് ബാരേജിന്റെ ഓപ്പറേഷൻ വരുന്നത്. ഇവിടെ കണ്ടോ, ഈ ഒരു പോർഷനിലേക്കാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഒരു പ്രൊവിഷൻ കൊടുക്കുന്നത്. ഇതിലെ ഷട്ടേഴ്സിനെ പൊക്കുകയും താക്കുകയും ചെയ്യാൻ വേണ്ടി ഇവിടെയാണ് ആ പ്രൊവിഷൻ കൊടുക്കുന്നത്. അപ്പൊ പൊക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, വാട്ടർ ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യും. ഓക്കെ, സോ ഇതാണ് വെയറും ബാരേജും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് വെയേഴ്സ് ആണ്. ടൈപ്സ് ഓഫ് വെയേഴ്സ് മെയിൻ ആയിട്ട് 3 ഡിഫറെന്റ് വെയേഴ്സ് ആണ് ഉള്ളത്. ഇപ്പൊ മേസണറി വെയർ,
വിത്ത് വെർട്ടിക്കൽ ഡ്രോപ്പ്. മേസണറി വെയർ വിത്ത് വെർട്ടിക്കൽ ഡ്രോപ്പ്, അതാണ് ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത്. ഇത് മെയിൻ ആയിട്ട് 3 ഡിഫറെന്റ് ടൈപ്സ് ആണ്. ഫസ്റ്റ് വൺ ഈ വെർട്ടിക്കൽ ഡ്രോപ്പ് വെയർ തന്നെയാണ് ഈ മേസണറി വെയർ എന്ന് പറയുന്നത്. മേസണറി വെയർ വിത്ത് വെർട്ടിക്കൽ ഡ്രോപ്പ്. വെർട്ടിക്കൽ ഡ്രോപ്പ്. അപ്പം വേറെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ക്രസ്റ്റ് ഉണ്ടാവും, ഒരു ഹൈ ക്രസ്റ്റ് ഉണ്ടാവും. ചില സമയത്ത് ക്രസ്റ്റ് ഷട്ടറും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഈ ക്രസ്റ്റിന്റെ മുകളിൽ നമ്മൾ ഷട്ടർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം വെർട്ടിക്കൽ ഡ്രോപ്പ് വെയറിൽ മേസണറി വെയർ വിത്ത് വെർട്ടിക്കൽ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മേസണറി ആണ്. ഇത് ബ്രിക്ക് ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഒരു സാധനം ഉണ്ടാക്കുന്നത്. അതിനെ പറയുന്ന പേരാണ് മേസണറി വെയർ വിത്ത് വെർട്ടിക്കൽ ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ ഒരു റേസ്ഡ് ക്രസ്റ്റ് ഉണ്ടാവും. റേസ്ഡ് ക്രസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ട് വാട്ടറിനെ പ്രിവെന്റ് ചെയ്യും. പിന്നെ ഷട്ടർ ചില സമയത്ത് പ്രൊവൈഡ് ചെയ്യും, എന്നിട്ട് വാട്ടറിനെ ചിലപ്പോൾ ഫ്ലോ ചെയ്യിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ക്രസ്റ്റ് ഷട്ടർ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതിന്റെ ഓപ്പറേഷൻ സ്ലോട്ട് എവിടെയായിരിക്കും പ്രൊവൈഡ് ചെയ്യുക? വെയർ വോളിന്റെ ഉള്ളിലായിരിക്കും. അപ്പം താത്തുവാണെങ്കിൽ വാട്ടർ ഫ്ലോ ചെയ്യും, പൊക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, വാട്ടറിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഈ ഫിഗർ പഠിച്ചു വെക്കുക. വെർട്ടിക്കൽ ഡ്രോപ്പ് വെയർ മേഡപ്പ് ഓഫ് മേസണറി എന്താന്നുള്ളതിന്റെ ഫിഗർ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫസ്റ്റ് ടൈപ്പ് ആണ് വെർട്ടിക്കൽ ഡ്രോപ്പ് വെയർ. നെക്സ്റ്റ് വൺ ആണ് സ്ലോപ്പിംഗ് വെയർ. സ്ലോപ്പിംഗ് വെയർ 2 ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ മേഡപ്പ് ഓഫ് കോൺക്രീറ്റ്, സെക്കൻഡ് വൺ മേഡപ്പ് ഓഫ് ട്രൈ സ്റ്റോൺ. അതായത് കോൺക്രീറ്റ് വെച്ച് ഉണ്ടാക്കിയേക്കുന്നു, ട്രൈ സ്റ്റോൺ വെച്ച് ഉണ്ടാക്കിയേക്കുന്നു. ഇവിടെ നോക്കിയേ, സ്ലോപ്പിംഗ് വെയർ ആണ്. വെർട്ടിക്കൽ ഡ്രോപ്പ് വെയറിന്റെ ഫിഗർ എങ്ങനെയായിരുന്നു? ഒരു വെയർ ഈ ഒരു ഷേപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പിൽ ഉണ്ടായിരുന്നു, അങ്ങനെയായിരുന്നു വരുന്നത്. പക്ഷെ സ്ലോപ്പിംഗ് വെയർ നോക്കിയാൽ ജസ്റ്റ് ഇങ്ങനെ സ്ലോപ്പ് ചെയ്ത് ഈ ഒരു സ്ലോപ്പ് ഹൈ ആയിട്ട് കൊടുക്കുന്നു, ഇങ്ങനെ നീട്ടി കൊടുക്കുന്നു. മനസ്സിലായോ? ഇവിടെ റാപ്പിഡ് ആയിട്ടുള്ള ഒരു സ്ലോപ്പാണ് ഡൗൺ സ്ട്രീമിൽ വന്നത്. പക്ഷെ സ്ലോപ്പിംഗ് വെയർ എന്ന് പറയുമ്പോഴത്തേക്കും ഡൗൺ സ്ട്രീം സൈഡിലെ ഫേസിൽ ഒരു സ്റ്റീപ്പ് ആയിട്ട് ഭയങ്കര റാൻഡം ആയിട്ട് വരുന്ന ഒരു സ്ലോപ്പാണ് സ്ലോപ്പിംഗ് വെയർ എന്ന് പറയുന്നത്. ആ ഫിഗറിന് ബേസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഒരു സ്ലോപ്പിംഗ് വെയർ എന്ന് പറയുന്നത്. ഇവിടെ ഈ എനർജി ഡെസിപ്പേഷൻ എന്ന് പറയുന്നത് സ്ലോ ആയിട്ടേ നടക്കത്തുള്ളൂ. നല്ല രീതിയിൽ എനർജി ഡെസിപ്പേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സ്ലോപ്പിംഗ് വെയർ എന്ന് പറയുമ്പോൾ ഇതിലൂടെ വാട്ടർ പയ്യെ ഫ്ലോ ചെയ്ത് വരും. ഓക്കെ, സോ അതാണ് സ്ലോപ്പിംഗ് വെയർ. സ്ലോപ്പിംഗ് വെയർ 2 ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അതെന്തൊക്കെയാ? കോൺക്രീറ്റ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതും രണ്ടാമത് ഡ്രൈ സ്റ്റോൺ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതും. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് വൺ വെർട്ടിക്കൽ ഡ്രോപ്പ് വെയർ, സെക്കൻഡ് വൺ സ്ലോപ്പിംഗ് വെയർ. അതിന്റെ സൈഡിനെ ബേസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് പറയാം. ആ ഫിഗർ ജസ്റ്റ് കാണിച്ചിരിക്കുന്നതല്ലേ. ഇതാണ് ലാസ്റ്റ് വെയർ എന്ന് പറയുന്നത്, പരാബോളിക് വെയർ. ആ ഫിഗർ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ? പരാബോള ഷേപ്പിൽ ഡൗൺ സ്ട്രീം വരുന്നത്. അപ്പം ഓരോന്നും ഷേപ്പിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഫസ്റ്റ് വെർട്ടിക്കൽ ഡ്രോപ്പ് വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡ് ഡൗൺ സ്ട്രീം സൈഡിലെ സ്ലോപ്പ് എന്ന് പറയുന്നത് ജെന്റിൽ ആയിരിക്കും. പിന്നെ രണ്ടാമത് വന്നത് എന്തായിരുന്നു? ഡൗൺ സ്ട്രീം സൈഡില് സ്ലോപ്പിംഗ് ഏപ്രൺ, സ്ലോപ്പിംഗ് വെയർ എന്ന് പറയുന്നത്. അതിന്റെ ഡൗൺ സ്ട്രീം ഫേസിൽ വളരെ സ്റ്റീപ്പ് ആയിട്ടുള്ള ഒരു സ്ലോപ്പ് വരുന്നു. ഇനി മൂന്നാമത്തതാണ് പരാബോളിക് വെയർ. പരാബോളിക് വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡൗൺ സ്ട്രീം സൈഡിൽ ഒരു പരാബോള ഷേപ്പ് ആണ്. ഇത് കണ്ടോ, ഇവിടെ ഒരു പരാബോള ഷേപ്പ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ എനർജിയിലായിരിക്കും വാട്ടർ വന്ന് വീഴുന്നത്. അപ്പം ഇവിടെ എനർജി ഡെസിപ്പേഷൻ കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ ഇവിടുന്ന് സ്കോർ ചെയ്യാൻ സാധ്യതയുണ്ട്. താഴെയുള്ള മെറ്റീരിയൽസിനെ സ്കോർ ചെയ്യാനുള്ള സാധ്യത കൂടുതലുള്ള വെയറാണ് പരാബോളിക് വെയർ എന്ന് പറയുന്നത്. സോ ഇതാണ് 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെയർ. അത് ജസ്റ്റ് ഫിഗർ വരച്ച് വെച്ചിട്ട് അതിന്റെ ഷേപ്പിനെ ബേസ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മാത്രം. ഓക്കെ, സോ ഇത്രയാണ് ടൈപ്സ് ഓഫ് വെയർ. നെക്സ്റ്റ്
അടുത്തത് അടുത്ത വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പഠിപ്പിക്കാൻ പോകുന്നത്, ശ്രദ്ധിച്ചിരിക്കുക. കോസസ് ഓഫ് ഫെയിലിയർ ഓഫ് വെയർ. Causes of failure of wear. Impermeable soil. Impermeable soil. Okay. So, എങ്ങനെയൊക്കെയാണ് ഒരു വെയർ ഫെയിൽ ആവുന്നത്, അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് യൂണിവേഴ്സിറ്റിക്ക് വെച്ചില്ലെങ്കിൽ സീരീസിന് എന്തായാലും ഞാൻ ചോദിച്ചിരിക്കും. ഓക്കെ, അപ്പൊ കോസസ് ഓഫ് ഫെയിലിയർ ഓഫ് വെയർ ഇൻ പെർമിയബിൾ സോയിൽ എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് ഫെയിലിയർ ഉണ്ടാകുന്നത്. ഡ്യൂ ടു subsurface flow and due to surface flow. ഓക്കെ, അതില് ഡ്യൂ ടു സബ്സർഫസ് ഫ്ലോ എന്ന് പറയുന്നതാണ് മെയിൻ. ഇതാണ് പെർമിയബിൾ സോയിലിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കോസ് ഓഫ് ഫെയിലിയർ. വെയർ ഫെയിൽ ആവാൻ, ഒരു പെർമിയബിൾ സോയിലിൽ വെയർ ഫെയിൽ ആവാനുള്ള കാരണം സബ്സർഫസ് ഫ്ലോ ആണ്. സർഫസ് ഫ്ലോ ഉണ്ട്, അത് കോസസ് ഓഫ് ഫെയിലിയർ ആണ്, വെയറിന്റെ ഒരു കോസ് ഓഫ് ഫെയിലിയർ ആണ്. പക്ഷെ പെർമിയബിൾ സോയിലില് വെയർ ഫെയിൽ ആവാനുള്ള കാരണം സബ് സർഫസ് ഫ്ലോ കാരണമാണ്. ഓക്കെ, ഇനി സബ് സർഫസ് ഫ്ലോ കാരണം രണ്ട് തരത്തിലാണ് വെയർ ഫെയിൽ ആവുന്നത്. ഒന്നാമത്തത്, സബ്സർഫസ് ഫ്ലോ കാരണം രണ്ട് തരത്തിലാണ് വെയർ ഫെയിൽ ആവുന്നത്. ഒന്ന് പൈപ്പിംഗ് ഓർ അണ്ടർമൈനിങ്. രണ്ടാമത്തത് rupture due to uplift pressure. Rupture of floor due to uplift pressure. ഓക്കെ, സോ വെയർ ഒരു പെർമിയബിൾ സോയിൽ ആണെങ്കിൽ സബ്സർഫസ് ഫ്ലോ കാരണം രണ്ട് തരത്തിൽ ഫെയിൽ ആവാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തത് പൈപ്പിംഗ് ഓർ അണ്ടർമൈനിങ്, രണ്ടാമത്തത് റപ്ചർ ഓഫ് ഫ്ലോർ ഡ്യൂ ടു അപ്ലിഫ്റ്റ് പ്രഷർ. ഇനി സർഫസ് ഫ്ലോ കാരണം ഇത് രണ്ട് തരത്തിൽ ഫെയിൽ ആവാറുണ്ട്. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചേക്കാം. ഒന്നാമത്തത് rupture of floor due to suction caused by standing waves. രണ്ടാമത്തത് സ്കോർ ഓൺ upstream and downstream of wear. ഓക്കെ, സോ ഇതൊക്കെയാണ് രണ്ട് തരത്തിലുള്ള കോസസ് ഓഫ് ഫെയിലിയർ ഓഫ് വെയർ. നിങ്ങളോട് ക്വസ്റ്റ്യൻ കോസസ് ഓഫ് ഫെയിലിയർ ഓഫ് വെയർ എന്ന് ചോദിക്കുവാണെങ്കിൽ ഇത് രണ്ടെണ്ണം എഴുതണം. കോസസ് ഓഫ് ഫെയിലിയർ ഓഫ് വെയർ ഇൻ പെർമിയബിൾ സോയിൽ എന്ന് ചോദിക്കുവാണെങ്കിൽ ഇത് മാത്രം എഴുതിയാൽ മതി. ക്ലിയർ ആണോ? കോസസ് ഓഫ് ഫെയിലിയർ ഓഫ് വെയർ എന്ന് മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ, ഫെയിലിയർ ഓഫ് വെയർ ഉണ്ടാവാൻ കാരണങ്ങൾ രണ്ടെണ്ണമാണ്, സബ്സർഫസ് ഫ്ലോയും സർഫസ് ഫ്ലോയും. പക്ഷേ കോസസ് ഓഫ് ഫെയിലിയർ ഓഫ് വെയർ ഇൻ പെർമിയബിൾ സോയിൽ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് സോയിലിൽ എങ്ങനെയാണ് വെയർ ഫെയിൽ ആവാൻ സാധ്യത, അങ്ങനെയാണെങ്കിൽ സബ്സർഫസ് ഫ്ലോ മാത്രം എഴുതിയാൽ മതി. ഓക്കെ, സോ ഇതാണ് സംഭവം. കോസസ് ഓഫ് ഫെയിലിയർ ഓഫ് വെയർ ഇൻ പെർമിയബിൾ സോയിൽ എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും ഒരു ഇംപെർവിയസ് ഒരു ഫ്ലോർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇംപെർവിയസ് ഫ്ലോർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇംപെർവിയസ് ഫ്ലോറിലും വെയർ ഫെയിൽ ആവാം. അത് കൂടാതെ
പെർമിയബിൾ സോയിലും കൂടെ ഉണ്ടെങ്കിൽ, ഇംപെർവിയസ് സോയിലിൽ വേറെ പല ഫോഴ്സസ് കൂടുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെ ഫെയിൽ ആവാം. ആ ഫെയിലിയറും ഇവിടെ ഉണ്ടാകും. കൂടാതെ പെർമിയബിൾ സോയിൽ ആണ് വരുന്നതെങ്കിൽ ആ ഫെയിലിയറിന്റെ ചാൻസ് കൂടുവാണ്. ഇംപെർവിയസ് സോയിൽ ആണെങ്കിൽ കുറച്ച് ചാൻസേ ഉള്ളൂ, വേറെ പല രീതിയിലും ഫെയിൽ ആവാൻ സാധ്യതയുണ്ട്. അത് കൂടാതെ ഇൻ എക്സ്ട്രാ ഈ സബ്സർഫസ് ഫ്ലോയും സർഫസ് ഫ്ലോയും കാരണവും വെയർ ഫെയിൽ ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഡ്യൂ ടു സബ്സർഫസ് ഫ്ലോ ആണ് വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്, കൂടുതലായിട്ടും വെയർ ഫെയിൽ ആവാൻ സാധ്യത. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ ഡ്യൂ ടു സബ്സർഫസ് ഫ്ലോയിലെ പൈപ്പിംഗ് ആണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ പൈപ്പിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പൈപ്പിംഗ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ അത് GT പഠിച്ചിട്ടുണ്ടാവും. പൈപ്പിംഗ് എന്താണ്, അണ്ടർമൈനിങ് എന്താണ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, ഫസ്റ്റ് വൺ പൈപ്പിംഗ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാണ് നിങ്ങളുടെ ഒരു സെക്ഷൻ ഞാൻ വരയ്ക്കുക. ഇത് നിങ്ങളുടെ വെയർ ആണെന്ന് വിചാരിക്കും. നിങ്ങളുടെ വെയർ ആണ് ഒരു റെക്ടാംഗിൾ ആയിട്ട് സെക്ഷൻ ഞാൻ എടുത്തു. അപ്പം ഇവിടുന്നാണ് വാട്ടർ ഫ്ലോ ചെയ്ത് അപ്സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീമിലേക്ക് വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അടിയിൽ ഫുള്ള് പെർമിയബിൾ ആയിട്ടുള്ള സോയിലാണ്. പെർമിയബിൾ സോയിൽ എന്ന് വെച്ചാൽ എന്താ? പെർമിയബിൾ സോയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ വാട്ടറിനെ ഫ്ലോ ചെയ്യിക്കും. അപ്പം ഇവിടെ വെള്ളമുണ്ട്, ആ വെള്ളം താഴേക്ക് ഊർന്നിറങ്ങാൻ സാധ്യതയുണ്ട് അല്ലെ? ഇതിലൂടെ വാട്ടർ താഴേക്ക് ഇങ്ങനെ ഊർന്നിറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പം ഇവിടെ പോർസ് ആയതുകൊണ്ട് ഈ വാട്ടർ ഇതിലൂടെ ഫ്ലോ ചെയ്ത് ഇങ്ങനെ താഴെ കൂടെ ഫ്ലോ ചെയ്ത് ഇപ്പുറത്ത്, ഇതാണ് അപ്സ്ട്രീം, ഇതാണ് ഡൗൺ സ്ട്രീം. ഓക്കെ, താഴെ കൂടെ ഫ്ലോ ചെയ്ത് ഡൗൺ സ്ട്രീമിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ എത്തി എന്ന് വിചാരിക്കുക. ഇതാണ് ആ പോയിന്റ്. ഇവിടെ അറിയാതെ ഒരു വാട്ടർ എത്തിപ്പോയി എന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു വാട്ടറിന്റെ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ഫ്ലോ ഇതിലൂടെ ഉണ്ടായി. ആ വാട്ടർ അറിയാതെ അപ്പുറത്തെ സൈഡില് ഏറ്റവും ടോപ്പ് പോർഷനിൽ ഫ്ലോറിൽ എത്തി എന്ന് വിചാരിക്കുക. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഈ വാട്ടർ സീപ്പ് ചെയ്യുന്നതിനനുസരിച്ച് എല്ലാ സോയിൽ പാർട്ടിക്കിളിനെയും ഡിസ്റ്റർബ് ചെയ്തിട്ട് അവിടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്തുകൊണ്ടാണ് വാട്ടർ മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വാട്ടർ ഇതിലൂടെ സീപ്പ് ചെയ്ത് എന്ത് പറ്റും? ഇവിടെ വരുമ്പോഴത്തേക്കും ഫോഴ്സ് ഇങ്ങനെ എക്സേർട്ട് ചെയ്തെന്ന് വിചാരിച്ചു. എന്തായാലും വാട്ടർ പാർട്ടിക്കിൾ മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇവിടെയുള്ള സോയിൽ പാർട്ടിക്കിൾ ഡിസ്റ്റർബ്ഡ് ആവും. കാരണം ഇവിടെയൊക്കെ നമുക്ക് ഇപ്പം വാട്ടർ ഫോഴ്സ് എക്സേർട്ട് ചെയ്താലും ഇതിന്റെ സബ്മേർജ്ഡ് വെയിറ്റ് മുകളിൽ നിന്ന് താഴേക്കുണ്ട്. അങ്ങനെ താഴേക്കുള്ളതുകൊണ്ട് അതിന് വലിയ എഫക്റ്റ് വരത്തില്ല. പക്ഷേ ഇവിടെ വരുമ്പോഴോ തീർന്നു, മുകളിൽ സബ്മേർജ്ഡ് ആയിട്ടുള്ള സോയില് വരുന്നില്ല. അങ്ങനെ സോയില് വരാത്തതുകൊണ്ട് ഇവിടെ വരുന്ന വാട്ടർ പാർട്ടിക്കിൾ മുകളിലേക്ക് കയറുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്തിട്ട് അവിടെയുള്ള സോയിൽ പാർട്ടിക്കിളിനെ ഡിസ്റ്റർബ് ചെയ്ത് ജസ്റ്റ് ഒരു സ്മോൾ, അങ്ങനെ ഒരു പോർഷൻ ഇവിടെ ഉണ്ടാക്കും. ഇവിടെ വെള്ളത്തിന് കയറുമ്പോഴത്തേക്ക് ഒരു സ്മോൾ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. ഇനി എന്ത് പറ്റും? ഈ മുകളിലത്തെ കേസ് ആയിരിക്കും ബാക്കി ഇങ്ങനെ വരുന്ന വാട്ടർ പാർട്ടിക്കിളിന് ഇവിടെ വരെ എത്തിയാൽ പോരെ, പിന്നെ മുകളിലേക്ക് ഫ്രീ സ്പേസ് അല്ലേ? അപ്പൊ ഇവിടെയുള്ള എല്ലാ പാർട്ടിക്കിളിനെയും അതങ്ങനെ ഡിസ്റ്റർബ് ചെയ്ത് ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു സ്പേസ് എന്ന് പറയുന്നത് ഡൗൺ സ്ട്രീമിൽ നിന്ന് അപ്സ്ട്രീമിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. ഇങ്ങനെ ഒരു പൈപ്പ് പോലെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇത് കുറെ നാളുകൾക്ക് ശേഷം ഉണ്ടാവുന്ന കാര്യങ്ങളാണ്, അല്ലാതെ വേറെ ഉണ്ടാക്കിയ ഉടനെ തന്നെ വെള്ളം ഇവിടുന്ന് അങ്ങോട്ട് ഒലിച്ചു വന്ന് ഇങ്ങനെ ഉണ്ടാവുമെന്നൊന്നുമല്ല. കുറെ നാളുകൾ ഇങ്ങനെ തന്നെ വാട്ടർ ഫ്ലോ ചെയ്ത് ഇവിടുത്തെയുള്ള സോയിൽ പാർട്ടിക്കിളിനെ ഡിസ്റ്റർബ് ചെയ്ത് പയ്യെ എന്ത് പറ്റും? അവിടെ ഒരു പൈപ്പ് ക്രിയേറ്റ് ആവും. അങ്ങനെ പൈപ്പ് ക്രിയേറ്റ് ആയി കഴിയുമ്പോൾ എന്താ ചെയ്യാം? ഇങ്ങനെ ഒരു പൈപ്പ് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇതിവിടെ ഒരു ഹോളാ അല്ലെ? ഇങ്ങനെ ഒരു ഹോൾ ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇത്രയും പോർഷൻ അങ്ങ് വിണ്ടുപോരാൻ സാധ്യതയില്ലേ? അല്ലെ? ഇത്രയും പോർഷൻ ഓവർടേൺ ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. ഇത് ഇപ്പൊ ഒരു സെപ്പറേറ്റ് സാധനമായി പോയി അല്ലെ? ഇത്രയും പോർഷൻ വേറെ ഉൾപ്പെടെ ആ സോയിലിന്റെ പോർഷൻ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് സാധനമായി പോയി. അതാണ് പൈപ്പിംഗ് എന്ന് പറയുന്നത്. പൈപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ് എന്ന് പറയുന്നത് ഡൗൺ സ്ട്രീമിൽ നിന്ന് അപ്സ്ട്രീമിലേക്ക് ഇറോഷൻ നടക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൈപ്പിംഗ് ഓർ അണ്ടർമൈനിങ് എന്ന് പറയുന്നത്.
വാട്ടർ ഫ്ലോ ചെയ്യുന്നത് അപ്സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീമിലായിരിക്കും. സോയിൽ ഇങ്ങനെ സോയിലിന്റെ ഉള്ളിലൂടെ പോസിലൂടെ വാട്ടർ പയ്യെ പയ്യെ ഫ്ലോ ചെയ്ത് അപ്സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീമിൽ എത്തും. ഡൗൺ സ്ട്രീമിൽ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ വരുമ്പോഴത്തേക്കും എന്ത് പറ്റും, പിന്നെ അവിടുത്തെ സോയിൽ പാർട്ടിക്കിൾസിനെ ഡിസ്റ്റർബ് ചെയ്ത് നേരെ തിരിച്ച് ഈ ഒരു പൈപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. എവിടുന്ന്? ഡൗൺ സ്ട്രീമിൽ നിന്ന് അപ്സ്ട്രീമിലേക്കാണ് ആ പൈപ്പിംഗ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ആ ഡൗൺ സ്ട്രീമിൽ നിന്ന് അപ്സ്ട്രീമിലേക്ക് ഒരു ഹോള് പോലെ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? പൈപ്പിംഗ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പൈപ്പിംഗ് എന്താണെന്നും ഡിഫൈൻ ചെയ്യണം, കൂടാതെ അതിന്റെ റെമഡിയൽ മെഷേഴ്സും എഴുതണം. റെമഡിയൽ മെഷേഴ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തത്, ഫസ്റ്റ് വൺ, ഈ ഡൗൺ സ്ട്രീമിൽ ഒരു പൈല് കൊടുക്കുക എന്നുള്ളത്. ഡൗൺ സ്ട്രീമിൽ പൈല് കൊടുക്കുക. ഷീറ്റ് പൈൽസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് കൊടുക്കുക. ഷീറ്റ് പൈൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഞാൻ നാളെ ഒരു ഫിഗർ കാണിച്ചു തരാം. സാധാരണ നിങ്ങളൊരു ഷീറ്റ് ഓർത്താൽ മതി, ആസ്പെറ്റോ ഷീറ്റ് പോലത്തെ ഒരു ഷീറ്റ് താഴേക്ക് തള്ളി ഇറക്കി വെക്കുന്നത്, അങ്ങനെ ഒരു ഷീറ്റ് ഇവിടെ കൊടുത്താൽ മതി. ഓക്കെ, അതിനാണ് പൈൽ എന്ന് പറയുന്നത്. അപ്പം ഡൗൺ സ്ട്രീമില് പൈല് പ്രൊവൈഡ് ചെയ്യുന്നത്, അതാണ് ഒന്നാമത്തെ റെമഡിയൽ മെഷർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ റെമഡിയൽ മെഷർ എന്ന് പറയുന്നത്, ഈ ഫ്ലോർ ഇല്ലേ, ഈ ഫ്ലോറിന്റെ ലെങ്ത് കൂട്ടി കൊടുക്കുക. ഫ്ലോർ ലെങ്ത് ഇൻക്രീസ് ചെയ്യും. പ്രൊവൈഡ് സഫിഷ്യന്റ് ഫ്ലോർ ലെങ്ത്. ഓക്കെ, ഇപ്പൊ പൈപ്പിംഗ് എന്താന്ന് പറഞ്ഞു, അതിന്റെ റെമഡിയൽ മെഷറും പറഞ്ഞു. ഓക്കെ, സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോസസ് ഓഫ് ഫെയിലിയർ ഓഫ് വെയർ ഇൻ പെർമിയബിൾ സോയിൽ ആണ്. അതിൽ സബ്സർഫസ് ഫ്ലോ കാരണം പൈപ്പിംഗ് ഉണ്ടാവുന്നുണ്ട്. രണ്ടാമത്തെ റപ്ചർ ഓഫ് ഫ്ലോർ ഡ്യൂ ടു അപ്ലിഫ്റ്റ് പ്രഷർ. അപ്പൊ പൈപ്പിംഗ് എന്താന്ന് പറഞ്ഞു, അതിന്റെ റെമഡിയൽ മെഷർ പറഞ്ഞു. റെമഡിയൽ മെഷർ എന്താ? ഡൗൺ സ്ട്രീമിൽ പൈല് കൊടുക്കുക, ഫ്ലോറിന് ആവശ്യത്തിന് ലെങ്ത് കൊടുക്കുക. ഓക്കെ, ഫ്ലോർ ലെങ്ത് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഇനി രണ്ടാമത്തതാണ് റപ്ചർ ഓഫ് ഫ്ലോർ ഡ്യൂ ടു uplift pressure. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇതാണ് വെയർ എന്ന് വിചാരിക്കുക, ഇത് പെട്ടെന്ന് ചെയ്തു കേട്ടോ. അപ്ലിഫ്റ്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു, താഴെ പെർമിയബിൾ സോയിലാണ്, ഇതിലൂടെ എന്ത് പോകുന്നുണ്ട്? വാട്ടർ പോകുന്നുണ്ട് ഇല്ലേ? വാട്ടർ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ വാട്ടർ ഫ്ലോ ചെയ്യുന്നു, പെർമിയബിൾ സോയിൽ ആയതുകൊണ്ട് ഈ വാട്ടർ സീപ്പ് ചെയ്ത് ഇതിന്റെ ബോട്ടത്തിലൂടെ ഇങ്ങനെ വാട്ടർ സീപ്പ് ചെയ്യുന്നത് കൊണ്ട് ഈ വാട്ടർ ഒരു ഫോഴ്സ് നമ്മളുടെ സ്ട്രക്ചറിലേക്ക് എക്സേർട്ട് ചെയ്യും. ഓക്കെ, സീപ്പ് ചെയ്യുന്ന വാട്ടർ സ്ട്രക്ചറിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ആ പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്ലിഫ്റ്റ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഉണ്ടാകുന്ന ഫ്ലോറും വെയറിന്റെയും വെയിറ്റ് ചേർന്നിട്ടാണ് ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, താഴേക്ക് വരുന്ന ലോഡ് എന്ന് പറഞ്ഞാൽ എന്താ? സെൽഫ് വെയിറ്റ് ഓഫ് ദ സ്ട്രക്ചറാ. ഈ ഫ്ലോറിന്റെ വെയിറ്റും അതേപോലെ വെയറിന്റെ വെയിറ്റും കൂടെ ഒരുമിച്ച് നിന്നിട്ടാണ് വരുന്ന അപ്ലിഫ്റ്റ് പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. അപ്പം ആ സെൽഫ് വെയിറ്റ് എന്ന് പറയുന്നത് കുറവാണെന്ന് വിചാരിക്കുക. സെൽഫ് വെയിറ്റ് കുറവാണ്, അപ്ലിഫ്റ്റ് പ്രഷർ ആണ് കൂടുതൽ. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? അപ്ലിഫ്റ്റ് പ്രഷർ മുകളിലേക്ക് കൂടുതൽ ഫോഴ്സിനെ എക്സേർട്ട് ചെയ്തിട്ട് ഫ്ലോർ റപ്ചർ ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനെയാണ് റപ്ചർ ഓഫ് ഫ്ലോർ ഡ്യൂ ടു അപ്ലിഫ്റ്റ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? രണ്ട് ഫെയിലിയർ ഓഫ് സബ്സർഫസ് ഫ്ലോ കാരണമുള്ള രണ്ട് ഫെയിലിയേഴ്സ് ക്ലിയർ ആണോ? മനസ്സിലായോ? ഇന്ന് പഠിപ്പിച്ചതെല്ലാം മനസ്സിലായോ? ആകെ 2-3 പേർക്കേ മനസ്സിലായല്ലോ. അപ്പൊ അഭിനവ് ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലായി. ഇന്ന് എന്തൊക്കെയാ പഠിപ്പിച്ചേ? ഇന്നലെ ആദ്യം എന്താ പഠിപ്പിച്ചേ?
അത് ഡൈവേർഷൻ ഹെഡിന്റെ ആ ആ സ്ട്രക്ചറിന്റെ അത് പഠിപ്പിച്ചു. അത് കഴിഞ്ഞോ? ശേഷം പിന്നെ ബാരേജ്. വേറും ബാരേജും തമ്മിലുള്ള ഡിഫറൻസ് പഠിപ്പിച്ചു. പിന്നെയോ? ഇപ്പൊ പഠിപ്പിച്ചേ പഠിപ്പിച്ചെന്താന്ന് അറിയില്ല. എന്താ? ഞാൻ ഫുഡ് കഴിക്കാൻ പോയിനായിരുന്നു. ഓക്കെ, ബാക്കിയുള്ളവർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഇല്ലെങ്കിൽ ലെഫ്റ്റ് ആയി. അടുത്ത അവർ POM ആണ്. എല്ലാ വെനസ്ഡേ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഫസ്റ്റ് 2 hours DHS, തേർഡ് അവർ POM. 22% ആണ്. കേറായതായിട്ടാ. ഞാൻ ഓൾറെഡി അറ്റൻഡൻസ് മാർക്ക് ചെയ്തു. നോക്കട്ടെ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ. ഓക്കെ, തോമസും പ്രസന്റ് ആയിരുന്നു മിസ്സേ. നീ എപ്പോഴായിരുന്നു വന്നേ? ഞാൻ 40 ഇപ്പൊ കറണ്ട് പോയായിരുന്നു മിസ്സേ, അതുകൊണ്ട് വൈഫൈ കട്ടായി പോയി. ഓക്കെ, തോമസേ ലാസ്റ്റ് എന്താ പഠിപ്പിച്ചേ? അത് പറയുവാണ് അറ്റൻഡൻസ് തരാം. ലാസ്റ്റ് എന്താ ഞാൻ പഠിപ്പിച്ചേ? ഇപ്പൊ ഞാൻ പഠിപ്പിച്ച് നിർത്തിയത് എന്താ? അത് പറയുവാണ് അറ്റൻഡൻസ് എന്തായാലും തരും. സമയം എടുക്കല്ലേ. പ്രോസസ് ഓക്കെ, കോസസ് ആണ്. അതെങ്ങനെയൊക്കെ ഫെയിൽ ആവുന്നേ? ഫെയിൽ ആവുന്നത് എങ്ങനെയാ? എന്നാ പിന്നെ സാരില്ല കേട്ടോ, നാളെ നേരത്തെ കയറിയാ മതി. അപ്പൊ നമുക്ക് അറ്റൻഡൻസ് തരേ. എന്നാ ശരി.